الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه وذرياته ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم بنفسي أولا بتقوى الله عز وجل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. സഹോദരന്മാരെ, അൽഖാരിയത്തും അൽഖാരിയ ഒന്നും കൂടി നമുക്ക് ഇന്നലെ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാം. ഈ സൂറത്തിന്റെ പേര് അൽഖാരിയ എന്നാണ്. മറ്റു പേരുകളൊന്നും അറിയപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്തിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. ഈ സൂറത്ത് വലം യുറുവ ശൈഉൻ ഫി തസ്മിയത്തിഹാ മിൻ കലാമി സ്വഹാബ വത്താബിഈൻ, താബിഈകളിൽ നിന്നോ സഹാബാക്കളിൽ നിന്നോ അൽഖാരിയ എന്ന പേരല്ലാതെ മറ്റൊരു പേരും അറിയപ്പെട്ടിട്ടില്ല, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. മനസ്സിലായ? ഇത് മക്കയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. 11 ആയത്താണ്. 10 ആയത്താണെന്നും പറഞ്ഞവരുണ്ട്, 8 ആയത്താണെന്നും പറഞ്ഞവരുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ഈ സൂറത്തുകളുടെ ആയത്തുകളുടെ എണ്ണം പറയുന്നിടത്തൊക്കെ ഖിലാഫുകൾ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായ? ഖിലാഫുകൾ വരുന്നതേ അതിന്റെ അടിസ്ഥാനത്തിലാണ്. 6666 എന്ന് പറയും ചിലര്, 6600 6200 എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല കണക്കുകളും കാണാൻ കഴിയും. അതൊക്കെ ഈ സൂറത്തുകളുടെ ആയത്തുകളുടെ എണ്ണത്തിൽ വരുന്ന വഖഫിൽ വരുന്ന വ്യത്യാസമാണ്. അല്ലാതെ ഖുർആൻ എന്തെങ്കിലും ചുരുങ്ങിയതുകൊണ്ടൊന്നല്ലേ. എന്താവട്ടെ, നിങ്ങളിതിലേക്ക് കടക്കുന്നില്ല. അപ്പോ മക്കിയായ സൂറത്താണ്. മക്കയിലാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. മക്കയിലാണെന്ന് തന്നെ ഹിജ്റക്ക് മുമ്പാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ചുരുക്കം. അതിന് നമ്മൾ ഈ പറഞ്ഞു അൽഖാരിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ്. അതിന്റെ ഭാഷാർത്ഥം കാരിയത്ത് എന്ന് പറഞ്ഞാൽ നെർബു ബിശ്ശിദ്ദ വൽ ഖുവ്വ എന്നാണ്. ശക്തമായി അടിക്കുന്നതിനും ഇടിക്കുന്നതിനും കുത്തുന്നതിനുമൊക്കെയാണ് ഖർഅ് എന്ന് പറയുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽഖാരിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാളിന് പേര് വെക്കാൻ കാരണം മനുഷ്യരെ എന്താക്കുന്നത് ഭയവിഹ്വലരാക്കും. ഇടിണ്ട് കേൾക്കുമ്പോൾ ആരും പൊടിച്ചോലെ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിന് ഈ നാമം അൽഖാരിയ എന്ന നാമം വരാൻ കാരണം. ഖിയാമത്ത് നാൾ ധാരാളം പേരുകൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. 25ഓളം പേരുകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. മനസ്സിലായ? ഖുർആനിൽ തന്നെ ഖിയാമത്ത് നാളിന് 25ഓളം പേരുകൾ പറഞ്ഞതായി, പല രൂപത്തിലും പറഞ്ഞതായി കാണാൻ കഴിയും. എന്താവട്ടെ സഹോദരന്മാരെ, അപ്പൊ അൽ ഖാരിഅത്തു എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ. മൽ ഖാരിഅത്തു, എന്താണ് ഖിയാമത്ത് നാള്? മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ, അതൊക്കെ എല്ലാം ആ വാക്കുകളൊക്കെ നമുക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തഗ്ലീദിനെയും അതിന്റെ തശ്ദീദിനെയും കുറിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ആവർത്തിച്ച് മൽഖാരിയ വമാ അദ്റാകൽ മൽഖാരിയ എന്ന് പറയാൻ കാരണം. മനസ്സിലായോ?
അവിടെയാണ് നമ്മളിപ്പോ നിർത്തിയത് ഇന്നലെ. യൗമ യകൂനു നാസു, മനുഷ്യന്മാര് ആ ദിവസത്തിൽ മനുഷ്യന്മാര് ആകും. യൗമ എന്ന് പറഞ്ഞ ദിവസത്തിൽ, യകൂനു നാസു മനുഷ്യന്മാർ ആകും. കൽ ഫറാശി, പ്രാണികളെപ്പോലെയാകും, പാറ്റകളെപ്പോലെയാകും. ഫറാശ് എന്നതാണ്. ഫറാശ് എന്നതിന് പേര് വരാൻ കാരണം അതിങ്ങനെ ഈ പ്രാണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നിങ്ങനെ പറക്കും, എവിടുക്കാന്നൊരു ലക്ഷ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് പരന്ന് സഞ്ചരിക്കുന്ന സാധനമായതുകൊണ്ടാണ് ഫറാശ്, ഫിറാശ് ഒക്കെ ഒരൊറ്റ മാദ്യമാണ്. ഫിറാശ് എന്ന് പറഞ്ഞാലും ഫറാശ് എന്ന് പറഞ്ഞാലും ഫറാശ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരൊറ്റ മാദ്യ തന്നെയാണ്. അതിലൊക്കെ ഈ ആശയം ഉൾക്കൊണ്ടിട്ടുണ്ടാകുമ്പം ഫിറാശാണെങ്കിലും വിരിപ്പിനെ സംബന്ധിച്ച് നമ്മൾ വിരിപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സാധനമല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വിരിപ്പിന് ഫിറാശ് എന്ന് പറയാൻ കാരണം. ആ വിരിപ്പ് വിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഫറാശ് എന്ന് വരാൻ കാരണം. ഇതുപോലെ ഫറാശ് എന്ന് പറയാൻ കാരണം പരന്നിങ്ങനെ സഞ്ചരിക്കുന്ന, ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്ന സാധനമായതുകൊണ്ടാണ് ഈ പാറ്റകൾക്ക്, ഈയാമ്പാറ്റകൾക്ക് എന്ത് പേര് വന്നത്, ഫറാഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ യൗമ, ആ ദിവസത്തിൽ, യകൂനുന്നാസു മനുഷ്യന്മാരാകും, കൽ ഫറാഷിൽ മബ്സൂസ് പരന്നു കിടക്കുന്ന ഈയാമ്പാറ്റകളെ പോലെയാകും, പാറ്റകളെ പോലെയാകും, ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കാം. മനസ്സിലായ? അത് കൂട്ടിമുട്ടുക. ഫറാഷിനോട് ഉപമിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ ഫറാഷ് എന്ന് പറയുന്ന സാധനം, പാറ്റകള് അവർ ഒന്നുകിൽ ദുർബലരാണത്. ഒന്നിങ്ങനെ ഊതിയാ ചിലപ്പോ അത് അതിന്റെ ജറവൊടിഞ്ഞു വീഴും. ഫറാഷിന്റെ അവസ്ഥ അതല്ലേ. പാറ്റകൾ തന്നെ ഒന്ന് ചിലപ്പോ ഊതിയാൽ മതി, അതിന്റെ എന്ത് ചെയ്യും, ചിറകൊടിഞ്ഞു വീഴും. അത് അതോടുകൂടെ തന്നെ അല്പസമയമേ അതിന്റെ ആയുസ്സുണ്ട്. രാവിലെ പുറപ്പെട്ട, മാളത്തിൽ നിന്ന് പുറപ്പെട്ട ഈ പാറ്റ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുന്ന ഒരൊപ്പില്ല. വളരെ ആയുസ് കുറഞ്ഞ ജീവിയാണ്. സിംഹങ്ങളെ പോലെയും കാക്കകളെ പോലെയും ഒന്നുമല്ല. കാക്കകളൊക്കെ ചിലപ്പോ 1000 വർഷമൊക്കെ ജീവിക്കാൻ സാധ്യതയുണ്ട്. ഈ മനുഷ്യരെ എന്ത് ചെയ്ത്, യൗമ യകൂനുന്നാസു മനുഷ്യന്മാര് ആ ദിവസത്തിലാകും, കൽ ഫറാഷിൽ മബ്സൂസ് പരന്നു കിടക്കുന്ന പാറ്റകളെ പോലെയാകും. ഈ പാറ്റകളോട് ഉപമിക്കാൻ കാരണം എന്ന് പറഞ്ഞ ദുർബലതയുടെ വിഷയത്തിൽ പാറ്റയുടെ സ്വഭാവമായിരിക്കും ആ സന്ദർഭത്തിൽ. അതിങ്ങനെ മാളങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഖബറുകളിൽ നിന്ന് മനുഷ്യര് ഇറങ്ങിപ്പോരുമ്പോ, മാളങ്ങളിൽ നിന്ന് ലക്ഷ്യമില്ലാതെ അവരിങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അവിടെ ബുദ്ധി പോയിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഷൂർ എന്ന കാഹളത്തിൽ ഊതും, ഒന്നാമത്തെ ഊത്തൂതും. അതുകൊണ്ട് ഊതിക്കഴിഞ്ഞാൽ തന്നെ തദ്ഹബുൽ ഉഖൂൽ, എല്ലാവരുടെയും ബുദ്ധി പോകും. പിന്നെ ഭ്രാന്തന്മാരെ പോലെയായിരിക്കും പിന്നെ അവിടെ അവസ്ഥ. ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കാൻ തുടങ്ങും അവര്. പാറ്റകൾ എങ്ങനെയാണ്? മാളങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എവിടേക്ക് പോകണം എന്നറിയില്ല. പരസ്പരം കൂട്ടിമുട്ടി വീഴും, അവിടേക്കും ഇവിടേക്കും പാറിലായിരിക്കും. ഇതേ അവസ്ഥയായിരിക്കും ഒന്നാമത്തെ ഊത്ത് സൂറി എന്ന കാഹളത്തിൽ ആരൂതിയാല്, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിയാൽ. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസഇഖ മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഫിൽ അർദ്. ബോധമില്ലാത്ത രീതിയിൽ ആകാശഭൂമികളിലെ മുഴുവൻ ആളുകളും എന്തെയും ബോധമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നതാണ്. അതായത് അന്നൽ അജ്റാമൽ ഉൽവിയ വസ്സുഫ്ലിയ യസ്തഖാനി ഇസ്തിഖാഖുൻ ശദീദൻ ഇൻദ തഖ്രീബിൽ ആലം. ഈ ലോകം തകർന്ന് തരിപ്പണമാകുന്ന സന്ദർഭത്തിൽ ഭൗമലോകത്തുള്ള ആളുകളും ആകാശലോകത്തുള്ള ആളുകളും എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, കൂട്ടിമുട്ടിയിട്ടും ലക്ഷ്യമില്ലാതെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കും.
പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തുതും. തമൂത്തുൽ ഖലായിഖു സിവാ ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലാത്ത എല്ലാ ആളുകളും മരിച്ചു. പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അള്ളാഹ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത് ചെയ്യും? അള്ളാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും മൂന്നാമത്തെ ഊത്തുതും. ഫയഖൂമൂന, അപ്പോൾ അവർ എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോവുകയെന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ഊത്താകുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. കണ്ടാ, നോക്കൂ സഹോദരന്മാരെ, ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് ഒരു വിഷയം പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. ഇത് എല്ലാവർക്കും ബാധകമല്ലെന്ന. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി സമാധാനത്തിന് വേണ്ടി പറയാം. ഇതൊക്കെ പറയുമ്പോൾ പേടി മാത്രം പോരല്ലോ, ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലായിരിക്കണല്ലോ അടിമ. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഉടച്ചോ നമ്മൾ ഈ അവസ്ഥ ഇങ്ങനെ തന്നെ ആവോ എന്ന് പേടിച്ചു പോകണ്ട, എന്നാൽ അതോടുകൂടെ പേടിയും വേണം. ഇതാർക്കാണ്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അൽഖാരിയത്തു മൽ ഖാരിഅത്തു വമാ അദ്റാക മൽ ഖാരിഅ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നു, ഇന്നഹാ തഖറഉ അഅദാ അല്ലാഹി ബിൽ അദാബ് വൽ ഖിസി വൻ നകാൽ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഖറഅ്, ഈ ഭയവിഹ്വലത, ഈ പേടി ആർക്കാണ്? ഇന്നഹാ തഖറഉ അഅദാഉല്ലാഹ് ബിൽ അദാബി വൽ ഖിസി വൻ നകാൽ. ഈ ഭയവും ഈ നിന്ദതയും ഈ ദുർബലതയും എല്ലാം അതാർക്കാണ്? അള്ളാഹുവിന്റെ ശത്രുക്കൾക്കാണ്. അപ്പൊ ശത്രുക്കളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കണ്ടോ സഹോദരന്മാരെ, കാരണം എന്താണെന്നറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. കണ്ട, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വഹും മുഅ്മിനീങ്ങളായ അവര് മിൻ ഫസഇ യൗമഇദിൻ, ഖിയാമത്ത് നാളിലെ ഭയവിഹ്വലതയിൽ നിന്ന് ആമിനൂൻ, അവർ രക്ഷപ്പെട്ടവരാണ്. നോക്കൂ സഹോദരന്മാരെ, അപ്പൊ അതുകൊണ്ട് നേരൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഖിയാമത്ത് നാൾ ഉണ്ടായാലും നമുക്കിതൊന്നും ചെയ്യില്ല, വല്ലാതെ ബാധിക്കുകയില്ല. അവർക്ക് പേടിയുണ്ടാവില്ല. കാരണം എന്താ? അവര് അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കല്ല എല്ലാ വിഷയം. പിന്നെ എന്തിനു പേടിക്കണം? എന്ത് സംഭവിച്ചാലെന്താ? നിക്കാക്കാത്തല്ല, ഇത് വന്നിട്ട് എന്താ കാര്യം? മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്കാക്കാത്തും അവനെ ബാധിക്കൂല, ഒരു ഭൂമി കുലക്കവും അവനെ ബാധിക്കൂല. നേരത്തെ കാലത്ത് തന്നെ അള്ളാഹിനടുത്ത് പോകാൻ കഴിഞ്ഞെങ്കിലോ എന്നാ ചിന്തിക്കുക. മനസ്സിലായ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പിന്നെ അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വന്നു. അപ്പൊ റൂഹിനെ പിടിക്കാൻ വന്നപ്പോ അസ്രായീലിനോട് ഇബ്രാഹിം നബി പറഞ്ഞ്, എന്ത് അല്ല, ഈ ഖലീലിന്റെ റൂഹിനെ പിടിക്കാനാണോ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഖലീലിന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടാവാൻ മറ്റൊരു ഖലീൽ ഇഷ്ടപ്പെടുവോ എന്ന് അസ്രായീലിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പൊ നേരെ അസ്രായീൽ എന്ന് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ഇബ്രാഹിം നബി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അള്ളാഹ് എന്താ പറഞ്ഞു? ഒരു ഹബീബിന് മഹബൂബിന്റെ അടുത്ത് വരാൻ ആഗ്രഹം ഉണ്ടാവൂലേ എന്നാണ്. ആ വിവരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് വന്നപ്പോ അന്നപ്പ തന്നെ പിടിച്ചോളി എന്ന് പറഞ്ഞു. അല്ല, ചരിത്രം ചുരുക്കി പറഞ്ഞതാണ്. എന്നപ്പ തന്നെ പിടിച്ചോളൂ. കാരണം ഹബീബിനെ കാണാൻ, ഖലീലിനെ കാണാനുള്ള അദമ്യമായ സ്നേഹം ഉണ്ടാ. അപ്പോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് കുഴപ്പവും എന്ത് ഭൂകമ്പവും എന്ത് സംഗതി ലോകത്തുണ്ടെങ്കിലും ശരി, വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. കണ്ടോ സഹോദരന്മാരെ? അപ്പോ ആ ദിവസത്തിൽ ജനങ്ങൾ, അപ്പൊ അന്നാസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ബാധകല്ലത്. അന്നാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അള്ളാഹുവിന്റെ ശത്രുക്കൾ, അഅദാഉല്ലാഹിയാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, ഇന്നഹാ തഖറഉ അഅദാഉല്ലാഹി ബിൽ അദാബി വൽ ഖിസി വൻ നകാൽ. അപ്പൊ യൗമ യകൂനുന്നാസു
മനുഷ്യന്മാർ ആ ദിവസത്തിൽ കൽ ഫറാഷിൽ മബ്സൂദ്, ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്ന പാറ്റകളെ പോലെയാകും, പരന്നു കിടക്കുന്ന പാറ്റകളെ പോലെയാകും. അപ്പോൾ പ്രതീക്ഷ ഉണ്ടില്ലേ സുഹൃത്തുക്കളെ? വൈലക്സിൽ മാറ്റം വന്ന ആളുകൾ ഇങ്ങനെ കൂടുന്നുണ്ടല്ലോ. നോക്കൂ, പിന്നെ അള്ളാഹു വീണ്ടും പറയുന്നു, തകൂനുൽ ജിബാലു, പർവ്വതങ്ങളാവുകയും ചെയ്യും, കൽ ഇഹ്നിൽ മൻഫൂഷ്, കൽ ഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുക്കപ്പെട്ട. മൻഫൂഷ് എന്ന് പറഞ്ഞാല് കടഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്. നമ്മളില്ലേ പിന്നെ തുമ്പും അതുപോലെ തന്നെ പഞ്ഞൊക്കെ പിച്ചി കടഞ്ഞ് ശരിയാക്കി അത് എല്ലാവിധ പിന്നെ കനമുള്ള വസ്തുക്കളൊക്കെ കാതുറാത്തുകളൊക്കെ ഒഴിവാക്കി കടഞ്ഞെടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥകളുണ്ടില്ലേ, അതേ പ്രകാരം മൻഫൂഷ് എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കപ്പെട്ടത്. ഇഹിന് എന്ന് പറഞ്ഞാലോ പഞ്ഞി. എങ്ങനത്തെ പഞ്ഞി എന്നറിയത്? വ്യത്യസ്ത ഇഹിനിന്റെ നേരെ മഴനതാ, വ്യത്യസ്ത നിറങ്ങളിലും കോലത്തിലുമുള്ള പഞ്ഞി. അന്ന് അങ്ങനെ ഇവിടെ ഉദാഹരിക്കാൻ കാരണം പർവ്വതങ്ങൾ പല രീതിയിലുള്ള പർവ്വതങ്ങളുണ്ട്. കൽക്കരിയുടെ പർവ്വതമുണ്ട്, മാർബിളിന്റെ പർവ്വതമുണ്ട്, കരിങ്കല്ലിന്റെ പർവ്വതമുണ്ട്, അതേ പ്രകാരം തന്നെ ചെങ്കല്ലിന്റെ പർവ്വതമുണ്ട്, പിന്നെ മണലുകളുടെ കുന്നുകളുണ്ട്. അതേപോലെ വ്യത്യസ്തമായ നിറങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള പർവ്വതങ്ങൾ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ പർവ്വതങ്ങൾ ഈ ഖിയാമത്ത് നാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൽ ഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുക്കപ്പെട്ട നിറവ്യത്യാസമുള്ള പഞ്ഞു പോലെ അതിങ്ങനെ പാറിപ്പറി പറക്കും അന്തരീക്ഷത്തിലൂടെ. ഇത് രണ്ടും കൂടി പറയാൻ കാരണം എന്താ? മനുഷ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ഈ ജിബാലിനെ സംബന്ധിച്ച് പറയാൻ കാരണം എന്നാ പിന്നെ മനുഷ്യന്മാരങ്ങനെ പാറിപ്പോകുന്നത് ചിലപ്പോ അവരെ ദൗർബല്യത കൊണ്ട് ആയിരിക്കാം എന്ന് തോന്നാൻ സാധ്യതയില്ലേ? കാരണം അവരാകെ ഉണ്ടാകുക എത്രയാണ്? ഒരു ചുരുങ്ങിയത് ഒരു 50-60 കിലോനുണ്ടാവുക. ഈ 60 കിലോനുള്ള ഈ മനുഷ്യനൊരു കാറ്റടിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അതോടുകൂടെ തന്നെ ഓന് എന്ത് ചെയ്യും? പാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ മുമ്പൊരിക്കേ ഒരു സ്ഥലത്ത് പോയി, ഞാൻ കാറ്റിന്റെ ഒരു കഥ അറിയണം. ഞാന് കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്. കോട്ടയം ജില്ലയിൽ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെയും അതിർത്തി പ്രദേശമായ ഒരു സ്ഥലമുണ്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ഇപ്പൊ അവിടെ തീവ്രവാദ ക്യാമ്പൊക്കെ നടന്നതിന് വലിയ വിവാദം ഉണ്ടായിരുന്നല്ലോ. കോലാഹലമേട് എന്നാണ് പറയാ, മനസ്സിലായ? ഇനി വേറൊരു പേരുണ്ട് അവിടെ. വാഗമണൽ, വാഗമണ്ണ്, വാഗമൺ. അതും രസകരമായ ഒരു സ്ഥലമാണ് കേട്ടാ. അവിടെ തീവ്രവാദി ക്യാമ്പല്ല, ഇതിനപ്പുറം നടന്നാലും ഒന്നും അറിയില്ല. ആ രീതിയിലാണ് അവിടുത്തെ. ആ മലയുടെ മുകളിൽ കോലാഹലമേട് എന്നാണ് ആ മലയുടെ മുകളിൽ പറയാം, ആ സ്ഥലത്തിന് പറയാം. വളരെ ഉയരത്തിലാണ്. അന്നിപ്പോ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് അങ്ങോട്ട് പോകാൻ വാഹന സൗകര്യങ്ങൾ. ഞാൻ പോകുന്ന കാലത്ത് 3 മണിക്കൂർ താഴെ നിന്നും അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. 3 മണിക്കൂർ കാരണം അതിന് ഉച്ചിലേക്ക് എത്തണമെങ്കിൽ. അതിന് കോലാഹലമേട് എന്ന് പറയാൻ തന്നെ കാരണം അന്നത്തെ കാലത്ത്, പഴയ കാലങ്ങളിൽ അവിടെ സിംഹങ്ങളുടെയും പുലികളുടെയും വിഹാര കേന്ദ്രവും ശബ്ദ കോലാഹലങ്ങളും ഉണ്ടായതുകൊണ്ടാണ് അതിന് കോലാഹലമേട് എന്ന് പറഞ്ഞത് എന്നാണ്. മനസ്സിലായി? അവിടെ ചെന്ന് നോക്കിയാൽ മഹാനായ ഫരീദ് ഔലിയായുടെ, നമ്മളെ എറണാകുളത്തുണ്ടല്ലോ ഫരീദ് ഔലിയ മക്ബറ, ആ ഫരീദ് ഔലിയ ഇബാദത്തെടുത്തൊരു സ്ഥലം അവിടെ കാണാൻ കഴിയും. അതിനെ സ്മരിക്കാൻ വേണ്ടി അവിടെ ഫരീദ് ഔലിയായുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി അവിടെ സിയാറത്തിന് വേണ്ടി ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്ബറ പോലെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായ? അതിന്റെ മുകളിൽ വലിയൊരു പാറക്കല്ലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പാറക്കല്ല് നിൽക്കുന്നത് കണ്ടാൽ തന്നെ വലിയൊരു കറാമത്താണ്. ആരെങ്കിലും പോയ ആളുകളുണ്ടോന്നറിയില്ല. വലിയൊരു പാറക്കല്ല് അതിങ്ങനെ ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. എന്തിയാതി പാറക്കല്ല്. ആ പാറക്കല്ലിന്റെ ചുവട്ടിലാണ് ഫരീദ് ഔലിയ എന്ത് ചെയ്തത്? ഇബാദത്തെടുത്തത് എന്നാണ് ഐതിഹ്യം. മനസ്സിലായ? അന്നത്തെ കാലഘട്ടത്തിൽ, അന്ന് പറഞ്ഞാൽ സിംഹങ്ങളുടെയും പുലികളുടെയും വിഹാരകേന്ദ്രമായിരുന്നു. അതെന്നെ, അത് കണ്ടാൽ ഇപ്പോൾ വീഴുന്നു തോന്നും. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ജൂൺ മാസത്തെ ഈ കാലഘട്ടങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റായിരിക്കും. സുബ്ഹാനല്ലാഹ്, കാറ്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ്.
എന്ത് ജാതി കാറ്റായിരിക്കും അതിന്റെ മുകളിൽ നിന്നൊരു. അന്ന് ഞങ്ങൾ പോയ സന്ദർഭത്തിൽ ഭയങ്കര കാറ്റാണ്. കാറ്റുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പാറയുടെ മുകളിൽ കവിഴ്ന്ന് കിടക്കുകയായിരുന്നു. പല ആളുകളുടെയും തലയെക്കെട്ടും അതുപോലെ തുണിയൊക്കെ ഉരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചതായിട്ട് അത്രക്കും വലിയ കാറ്റ്. കാറ്റുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ അടിയുറച്ച് നിൽക്കാൻ തന്നെ കഴിയില്ല. അപ്പോ ഞാനത് പറഞ്ഞത് കാറ്റിന്റെ ഉദാഹരണം പറഞ്ഞതുള്ളൂ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമുക്കൊരു ചിന്ത വന്നേക്കാം. എന്ത്, അതിപ്പോ മനുഷ്യന്മാരാകാം 50-60 കിലോ ഉണ്ട്, അവരിപ്പോ ഒരു പൂച്ചൊരു കാറ്റടിച്ച് അവര് പോകൂലേ? അതായിരിക്കും എന്ന് തോന്നാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ അങ്ങനെയല്ല. ഉറച്ചു കിടക്കുന്ന ആണികളെപ്പോലെ ദൃഢമായി കിടക്കുന്ന വലിയ വലിയ മലകൾ പോലും ആ സന്ദർഭത്തിൽ പാറിപ്പോയ ജിബാലു പർവ്വതങ്ങൾ ആകും കൽ ഇഹ്നിൽ മൻഫൂഷ് കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞി പോലെയാവും. സഹോദരന്മാരെ, അപ്പൊ അത്രക്കും ഭയാനകാണ്. ഒറ്റ ഉണ്ടാവുള്ളൂ. ഒരൊച്ചയാണെന്നാ പറഞ്ഞ കിയാമന്നാള്. സുബ്ഹാനല്ലാഹ്, ഒരൊച്ചുണ്ട് കേട്ടാൽ തന്നെ അതോടുകൂടെ തന്നെ ആകെ കുലുങ്ങിപ്പോലെ. ആദ്യം ഒച്ചയിരിക്കും. നോക്കൂ, പിന്നെ പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. ഈ സംഭവങ്ങള് യഖ്റുജു നാസു മിൻ ഖുബൂരിഹിം, ജനങ്ങൾ എന്ത് ചെയ്യും? ഖബറുകളിൽ നിന്ന് അവർ ഭയവിഹ്വലരായിക്കൊണ്ട് പുറത്തേക്ക് വരും. ഏതു പ്രകാരം? കന്നഹും ഫറാശുൻ മുതഫദ്ദിഖുൻ മുൻതശിറുൻ ഹാഹുനാ വഹാഹുനാ. കന്നഹും ഫറാശ്, അവരീ പിന്നെ പാറ്റകളെ പോലെയായിരിക്കും. മുതഫദ്ദിഖുൻ, ഛിന്ന ഭിന്നമായിട്ടായിരിക്കും. മുൻതശിറുൻ, പരന്നു കിടക്കുന്നതായിരിക്കും. ഹാവുന ഹാവുന, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? പാറിക്കളച്ചുകൊണ്ടിരിക്കും. കളിക്കല്ലട്ടെ പറഞ്ഞത്, പേടിച്ച് വരാക്കായിട്ട്. കളിക്കാന്നുള്ള പ്രയോഗം മാത്രമേ ഉള്ളൂ. എന്നിട്ടോ യമൂജു ബാലുഹും ഫീ ബാലിൻ മിൻ ശിദ്ദത്തിൽ ഫസി വൽ ഹൈറത്തി. കണ്ടാ, യമൂജു ബാലുഹും ഫീ ബാലിൻ മിൻ ശിദ്ദത്തിൽ ഫസി വൽ ഹൈറ. പേടിയുടെയും ഭയത്തിന്റെയും ആധിക്യം കൊണ്ട് പരസ്പരം കൂട്ടിമുട്ടും, ഒന്നിന്റെ മുകളിലായിട്ട് വീഴും എന്നാണ് പറഞ്ഞത്. യമൂജു എന്നാണ്. മാജെ മൂജു മൗജ് ഈ പിന്നെ ഇതിന് പറയല്ലോ, തിരമാലകൾക്ക് മൗജി എന്ന് പറയാൻ കാരണം എന്താ? മൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാല പോലെ. എന്താ തിരമാലകൾക്ക് മൗജി എന്ന് പറയാൻ കാരണം? അത് ഒരു തിരമാലയുടെ മുകളിൽ മറ്റൊരു തിരമാല വന്നിങ്ങനെ തുടരെ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മൗജി എന്ന് പറഞ്ഞത്. തിരമാല, തിരമാല എന്ന് പറഞ്ഞ മലയാളത്തിൽ ഞാൻ വല്ല അങ്ങനത്തെ അർത്ഥം ഉണ്ടോന്ന് അറിയില്ലട്ടാ. അറബി ഭാഷയുടെ പ്രത്യേകത അതാണ്. ആ പദത്തിന് തന്നെ അതിൽ ഉൾക്കൊണ്ട ആശയം കൂടി ഉണ്ടാവും. ഒരു വസ്തുവിനൊരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാവും? അതിന്റെ ആശയം കൂടി ആ വസ്തുവിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഹഷബ്, ഹഷബ് എന്ന് പറഞ്ഞാൽ എന്താ? മരം എന്നാണ്. ഹഷബ്, ഹായി സീന് ബായ്, ഈ 3 അക്ഷരങ്ങൾ കൂടിയ ഏത് പദർത്തു നോക്കിയാലും ഈ ഒരു മൊരമ്പൻ സ്വഭാവം അതിനുണ്ടാവും. മരത്തിന്റെ ഒരു മാർദ്ദവമില്ലായ്മ ഉണ്ടല്ലോ. ഹലോ സുഹൃത്തുക്കളെ, കേൾക്കുന്നില്ലേ? മരത്തിന്റെ ഈ മാർദ്ദവമില്ലായ്മ ഖാശബ് എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങൾ കൂടിയ ഏത് പദങ്ങൾ എടുത്തു നോക്കിയാലും അത് കാണാൻ കഴിയും. അത് അറബി ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അറബി ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകത മലയാളത്തിൽ അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ലോകഭാഷകളിൽ വെച്ച് ഏറ്റവും മുന്തിയതും സാഹിത്യസമ്പുഷ്ടവുമായ ഭാഷ അറബി ഭാഷ മാത്രമേ ഉള്ളൂ. പോട്ടെ, ഞാനിത് കളക്കുന്നില്ല.
അപ്പോ മൗജി എന്ന് പറഞ്ഞാൽ ഞാൻ മൗജി എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ്. തിരമാല എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൗജി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ മനുഷ്യര് ഈ ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലതയുടെ ആധിക്യം കൊണ്ട് അവർ ഒന്നിന് പുറകിലായിട്ട് ആളുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും, കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. കണ്ടോ? യമൂജു ബഅ്ദുഹും ഫീ ബഅ്ദിൻ മിൻ ശിദ്ദത്തിൽ ഫസഇ വൽ ഹൈറ. എന്റെ സുഹൃത്തുക്കളെ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്തിനപ്പ സൃഷ്ടികളെ പിന്നെ ഇവിടെ ഈ ഫറാഷിനോട് പിന്നെ സാദൃശ്യമാക്കിയ എന്തിനാണ്? എന്നാൽ വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബി ജറാദിൻ മുൻതശിർ എന്നാണ്. ജറാദും മുൻതശിർ എന്നാ പറഞ്ഞിട്ടുള്ളത്. വിതരപ്പെട്ടതായ ജറാദ് പോലെ വെട്ടുകിളി, മനസ്സിലായ എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഫറാശ് എന്ന് പറഞ്ഞ സാധനം ഇതാ സാറലം യത്തജിഹി ഇലാ ജിഹത്തിൻ വാഹിദിൻ. ഈ ഫറാശ് എന്ന് പറഞ്ഞ സാധനം അതിങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ യത്തജിഹി ഇലാ ജിഹത്തിൻ വാഹിദ്, ഒരു ഭാഗത്തേക്ക് പോവാന്നുള്ള സംഗതി ഉണ്ടാവില്ലേ. അതിങ്ങനെ പരന്നിട്ടായിരിക്കും, ഇതേ രൂപത്തിലായിരിക്കും മനുഷ്യര് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. ബൽ കുല്ലു വാഹിദത്തിൻ മിന്നാ തദ്ഹബു ഇലാ ഗൈരി ജിഹത്തിൽ ഉഖ്റ. ഒന്ന് പോകുന്നതിന്റെ ഒപ്പല്ല പോകും. ഒന്ന് വലതുഭാഗത്തേക്കാ പോകുന്നെങ്കിൽ മറ്റൊന്ന് ഇടതുഭാഗത്തേക്ക് പോകും, മറ്റൊന്ന് മുന്നിലേക്ക് പോകും, മറ്റൊന്ന് മുകളിലേക്ക് പോകും, മറ്റൊന്ന് താഴേക്ക് പോകും, മറ്റൊന്ന് ചിറകൊടിഞ്ഞു വീഴും. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക പാറ്റകളുടെ അവസ്ഥ. ഇതേ രീതിയിലായിരിക്കും മനുഷ്യർ ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചെറിയൊരു ഭൂമി അടികളിൽ ഇറങ്ങി ഓടിയത് സ്ഥിതി എന്തായിരുന്നു? പിന്നെ ഖിയാമത്തുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു. നോക്കൂ നിങ്ങൾ. എന്നാൽ പിന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ജറാദിൻ മുൻതശിർ എന്ന് പറയാൻ കാരണം അത് ഒന്നിന്റെ മുകളിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, വീഴും എന്നാണ്. എന്താ അൽ ജറാദു യർക്കബു ബഅദഹു ബഅദാ ബഅദഹു ബഅദാ ഫകദാലികന്നാസു ഇദാ ബുഇസു. എന്താ ഈ ജറാദ് പെട്ടുക എന്ന് പറയുന്ന സാധനം കൊണ്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പാറി വരികയാണ്. ഒന്നിന്റെ മേൽ ഇങ്ങനെ മുട്ടിയിട്ടും കയറിയിട്ടും ആയിരിക്കും പോവുക. ഇപ്രകാരമാണ് ഫകദാലികന്നാസു ഇദാ ബുഇസു യമൂജു ബഅദുഹും ഫീ ബഅദിൻ കൽ ജറാദി വൽ ഫറാശ്. കണ്ടാ, ജനങ്ങൾ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലത കണ്ടിട്ട് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ യമൂജു ബഅദുഹും ഫീ ബഅദിൻ കൽ ജറാദി വൽ ഫറാശ്. കണ്ട നിങ്ങൾ, ഇതേ രീതിയിലായിരിക്കും മനുഷ്യരുടെ അവസ്ഥ. എന്നിട്ട് പറയുന്നു തകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. എന്താ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? ഹാദാ ഹുവൽ വസ്ഫു സാനി, രണ്ടാമത്തെ വിശേഷണമാണ് ഖിയാമത്ത് നാളിന്റെ. മിൻ സിഫാത്തി ദാലിക്കൽ യൗമിൽ മൗഹൂൽ, ഈ ഭയാനകമായ ദിവസത്തിന്റെ വിശേഷണങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ വിശേഷണമാണ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ തന്നെ പോലെ പിന്നെ മറ്റേത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കൂ സഹോദരന്മാരെ, അതായത് തസീറുൽ ജിബാലു കസ്സൂഫിൽ മുൻതസിരിൽ മുതതായിർ, കടഞ്ഞെടുക്കപ്പെട്ട പാറി നടക്കുന്ന ഏതുപോലെ അപ്പൂപ്പൻ താടികളെ പോലെയായിരിക്കും എന്ന് ഇപ്പോഴത്തെ ഉദാഹരണത്തിൽ നമുക്ക് പറയാം. പറഞ്ഞൊരു ടീം അപ്പൂപ്പൻ താടിയാണ് അവർ, അവിടെ ഞങ്ങൾ വിലക്കളില്ല പറഞ്ഞില്ലേ. എസ് കെക്കാരെ പറ്റി മുസ്ലിം യൂത്തിലേക്ക് പറഞ്ഞില്ലേ, അവർ അപ്പൂപ്പൻ താടികളെ പോലല്ലേ. അതിങ്ങനെ ഊതിയാല് അത് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പോകുന്നല്ലാതെ അങ്ങനെ ശരിയാണത്. ഒരു ലക്ഷ്യമില്ലല്ലോ അവർക്ക്. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, യാതൊരു ലക്ഷ്യമില്ല. ഏപ്പിസ്താവ് എന്താ ചെയ്യുന്നത്, അതിനെതിരിൽ പ്രസ്താവിക്കുക, പറയുക, ചിന്തിക്കുക എന്നതല്ലാതെ ഒരു ലക്ഷ്യം അവർക്കില്ല. അപ്പൊ പിന്നെ അപ്പൂപ്പൻ താടി എന്ന് വളരെ ഫിറ്റായ ഉദാഹരണമാണത്. ഈ മുസ്ലിം യൂത്തിലേക്ക് ഇങ്ങനത്തെ ഉദാഹരണം കിട്ടുന്നതാണോ? യൂത്ത് ലീഗർക്ക് ഇങ്ങനത്തെ ഉദാഹരണം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെ പറ്റി ആയാതി ഉദാഹരണങ്ങളൊന്നും. യൂത്ത് ലീഗർക്ക് നല്ലൊരു ഫിറ്റായ ഉദാഹരണം കിട്ടിയിട്ടുണ്ട്. എസ് ഫിറ്റായ എന്താ അപ്പൂപ്പൻ നല്ല ഉദാഹരണം കേട്ടാ. കാരണം അതിങ്ങനെ
കാറ്റത്ത് ഇങ്ങനെ ഒരു പോക്ക്. അങ്ങനെ ലാസ്റ്റ് പോയി പിന്നെ ചെന്ന് വീഴൽ എവിടെ ആയിരിക്കും? ഏതെങ്കിലും കള്ളിന്റെ മുള്ളിന്റെ ഒക്കെ ഇടയിൽ ചെന്ന് പോകും, അവിടെ ഞാൻ കുടുങ്ങും ചെയ്യും. അങ്ങനെ എത്ര എണ്ണം കുടുങ്ങിക്കെടുക്കണ് കണ്ട. സാറ് എന്ന് വിളിച്ച മൗലവി ഉണ്ടല്ലോ, അദ്ദേഹം ഇതേ പ്രകാരം എന്ത് ചെയ്തു? ഒരു മുള്ളി ചെന്ന് കുടുങ്ങി. ഇപ്പൊ ആർക്കും വേണ്ട, അയാൾ പറഞ്ഞത് തെറ്റാണ്, പറയാൻ പാടില്ല എന്നൊക്കെ ഇപ്പൊ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് പറയാൻ പാടില്ലായിരുന്നു എന്നിപ്പോ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒരു ലക്ഷ്യമില്ല. എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം, ഒരു ലക്ഷ്യമില്ല. ലക്ഷ്യമുണ്ടാവുന്ന നേതൃത്വം വേണ്ടേ? ആ നേതൃത്വത്തെ അംഗീകരിക്കണം. നേതൃത്വത്തിന് തന്നെ തലയിൽ മോന്തായില്ലാത്ത ടീമിന് എന്ത് ലക്ഷ്യം ഉണ്ടായ? മോന്തായത്തിന്റെ കോലം തന്നെ എങ്ങനെയാണ്? മോന്തായത്തിന്റെ കോലം. ഞാൻ ഇപ്പൊ ഒരു ക്ലിപ്പ് കേട്ടു, മോന്തായത്തിന്റെ ക്ലിപ്പ്. നമ്മളൊക്കെ മുബ്തദീങ്ങളാണല്ലോ. ഞാൻ വിചാരിച്ചാല് അയാൾ വലിയ ആളായിരിക്കും, നല്ല ആളായിരിക്കും ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അദ്ദേഹം പറയുന്നു നമ്മളൊക്കെ മുബ്തദീങ്ങളാണ്, മുജാഹിദ് ജമാഅത്തിനെ പോലെ തന്നെയാണ് നമ്മളൊന്നും. ഇതൊരു സമസ്തയുടെ പ്രസിഡന്റ് പറയേണ്ടതാണോ? ഒരു പണ്ഡിതൻ പറയേണ്ടതാണോ? ഒരു വിവരമുള്ളവൻ പറയേണ്ടതാണോ? ഒരു പക്വതയുള്ളവൻ പറയേണ്ടതാണോ? അല്ലല്ലോ. എന്തെങ്കിലും സംഘടനാപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ആ വിയോജിപ്പിന്റെ പേരിൽ ഒരു പ്രസ്ഥാനത്തെ മൊത്തറങ്ങും മുബ്തദീങ്ങളും കള്ളന്മാരും കളവ് പറയുന്നവരും ചീത്ത പറയുന്നവരും ആക്കുകയാണോ വേണ്ടത്? നിഷ്പക്ഷമായി വിലയിരുത്താണെങ്കിൽ നമ്മൾ ആരെയാണ് ചീത്ത പറയുന്നത്? നമ്മൾ ആരെയാണ് കളിയാക്കുന്നത്? നമ്മൾ നേതൃത്വം പഠിപ്പിക്കുന്നുണ്ടോ? എന്നിട്ടിപ്പോ ഒരു ആള് പറയാണ്, അതാ ഞാൻ പറഞ്ഞു, മോന്തായം വളഞ്ഞു പോയാൽ പിന്നെ അതിന്മേന്ന് വരുന്നതൊക്കെയും വളഞ്ഞിട്ടല്ലാവും. അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ എനിക്ക് എന്ന് പ്രാർത്ഥിക്കും. സഹോദരന്മാരെ, അപ്പൊ മോന്തായം വളഞ്ഞു പോയാൽ അതിൽ നിന്നും വരുന്ന ഉൽപ്പന്നം, അതിൽ വെച്ച വളയവും അങ്ങനെ തന്നെ ആയിരിക്കും, വളഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, കൗക്കോലും വളഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ പിന്നെന്ത് ചെയ്യും? എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ അഭിസംബോധനം ചെയ്യണം, എങ്ങനെ സമീപിക്കണം എന്നറിയില്ല. അവന്ത് ചെയ്യും? അപ്പൂപ്പന്താടി പോലെ അങ്ങനെ പറന്നു കളിക്കും. അവരെവിടെയെങ്കിലും ചെന്നിട്ട് അവിടെ വീഴും. വീണിലെപ്പോ ഞാൻ അത് വിശദമായിട്ട് പറയില്ല, ഒന്ന് സൂചിപ്പിച്ച് എന്നുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോ ഈ മലകൾ, ഇത്രക്കും കാഠിന്യമുള്ള സ്വലാപത്തുള്ള ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന വലിയ വലിയ മലകൾ പോലും കൽയഹ്നിൽ മൻഫൂഷ്, അത് പിന്നെ കടഞ്ഞെടുക്കപ്പെട്ട പറന്നു നടക്കുന്ന കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞി പോലെയായിരിക്കും, അല്ലെങ്കിൽ അപ്പൂപ്പന്താടി പോലെയായിരിക്കും. അങ്ങനെ പാറിപ്പോവും. സുബ്ഹാനല്ലാഹ്. എന്തേന്ന് പറഞ്ഞത്? ഖിയാമത്ത് നാളിന്റെ ആധിക്യം നമ്മളെ ബോധ്യപ്പെടുത്താനോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇതൊക്കെ കഴിഞ്ഞു. മൂന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിക്കഴിഞ്ഞാല്, ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോൾ മൂന്നാമത്തെ ഊത്ത് ആരൂതും? ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതും. ഫയഖൂമൂന, എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുന്നു. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമുക്കൊക്കെയും. മനസ്സിലായ? ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അപ്പോൾ ഒരുത്തൻ, അപ്പോൾ എന്ന് പറഞ്ഞാല് ഒരു കളയപ്പെട്ടൊരു ഷർത്തിന്റെ ജവാബിലാണ് ഈ ഫാവ് വന്നിട്ടുള്ളത്. മനസ്സിലായ? സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ ഖിയാമത്ത് നാൾ ഉണ്ടായി, മലകളൊക്കെയും പാറിപ്പോയി, അങ്ങനെ ഭയവിഹ്വലതയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, ഒക്കെ അടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അപ്പോൾ ഒരുത്തൻ, അമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുത്തൻ, അതിന്റെ പദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മൻ ഒരുത്തൻ, സഖുലത്ത് മവാസീനുഹു, അവന്റെ മവാസീന്, മവാസീൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്നൊരർത്ഥം, അല്ലെങ്കിൽ തൂക്കപ്പെടുന്ന അമലുകൾ എന്ന് മറ്റൊരർത്ഥം. മവാസീൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ മവാസീൻ എന്ന് പറയുന്നത് മൗസൂനിന്റെ ജംആണെന്നൊരഭിപ്രായമുണ്ട്. മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്ന സാധനം, സാധന സാമഗ്രികളില്ലേ, നമ്മൾ വസ്തുക്കൾ,
ഈ വസ്തുക്കൾക്കാണ്, തൂക്കപ്പെടാൻ പറ്റുന്ന വസ്തുക്കൾക്കാണ് മൗസൂൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ അമലുകൾ തൂക്കില്ല അവിടെ. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്നാലേ അറിയാൻ കഴിയുള്ളൂ. മനസ്സിലായ? ഈ തുലാസിൽ തന്നെയാണ് തൂക്കുക. തുലാസിൽ എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. അതിന് രണ്ട് തട്ടുകൾ ഉണ്ടെന്നും ഒരു എന്താ പറയാ, ആ നാട്ടക്ക് ഇങ്ങനെ കണക്കാക്കണമെന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായ? ഇന്നലഹു കിഫത്തൻ വലിസാനൻ തൂസനു ഫീഹി الصحف المكتوب فيها الحسنات والسيئات. ഇതാണ് മീസാൻ എന്ന് പറഞ്ഞ സാധനം. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലഹു അതിനുണ്ട്, കിഫത്തുൻ തട്ടുകളുണ്ട്, ലിസാനൻ ഒരു നാവുണ്ട്. ലിസാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സൂചിക്കാ പറയാ, അതിന്റെ മധ്യത്തിലുള്ള സൂചി ഉണ്ടല്ലോ. നമ്മള് ഏതാണെങ്കിലൊക്കെ സൂചി ഉണ്ടാവുമല്ലോ. തൂസനു ഫീഹി الصحف المكتوب, രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ അതിൽ തൂക്കപ്പെടും. എങ്ങനത്തെ ഗ്രന്ഥങ്ങളാണ്? ഫീഹൽ ഹസനാതു വസ്സയ്യിആത്ത്. അപ്പൊ ഒരർത്ഥം ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. തൂക്കപ്പെടുന്ന സംഗതി ഭാരമുള്ളതായി മാറിയ ഒരുത്തനാണെങ്കിൽ ഫഹുവ അവൻ ഫീ ഈശത്തിൻ റാദിയ, സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. പറഞ്ഞത് ഇവിടെ മവാസിൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൗസൂൻ, തൂക്കപ്പെടുന്ന സാധനം, ജംഉ മൗസൂൻ മവാസിൻ. മഹാന്മാര് പറയുന്നത് കാണാൻ കഴിയും. അൽ മവാസീനു ജംഉൽ മൗസൂൻ വഹുവൽ അമലു അല്ലദീ ലഹു വസ്നുൻ വഖതറുൻ ഇൻദല്ലാഹി. അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ള തൂക്കമുള്ള അമലുകളാണ് ഇവിടെ മൗസൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളടുക്ക് ചിലപ്പോൾ അതിന് തൂക്കമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്ത് തൂക്കം നമ്മൾ കണക്കാക്കുക? എത്ര കിലോ ഉണ്ടാവും എന്ന് പറയാൻ കഴിയോ? നോമ്പ് എന്ന് പറയുന്നത് എന്താ സാധനം? അതൊരു വസ്തുവാണോ? നിസ്കാരം ഒരു വസ്തുവാണോ? സക്കാത്ത് പിന്നെ ഒരു വസ്തുവാണെന്നെങ്കിലും പറയാൻ കഴിയും നിൽക്കാൻ പ്രത്യക്ഷത്തിലെങ്കിലും. പക്ഷെ അതൊന്നുമല്ല ഇവിടത്തെ ലക്ഷ്യം, ഇവിടത്തെ ഉദ്ദേശം അതല്ല. ഇവിടെ അമലുകളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ള, സ്ഥാനമുള്ള, തൂക്കമുള്ള അമലുകളാണ് ഇവിടെ മൗസൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഒരുത്തന്റെ സഖുലത്ത് മവാസീനുഹു, അവന്റെ അമലുകൾ വർദ്ധിച്ചവനാണെങ്കിൽ ഫഹുവ അവൻ ഫീ ഈശത്തിൻ റാദിയ, തൃപ്തികരമായ ജീവിതത്തിലാണ്. ഫഹുവ അവൻ ഫീ ഈശത്തിൻ, ജീവിതത്തിലാണ്, അറാദിയ, തൃപ്തികരമായ. നോക്കൂ സഹോദരന്മാരെ, മറ്റൊരു അർത്ഥമുള്ളത് ഈ മവാസീൻ എന്ന് പറഞ്ഞാൽ അത് ജംഉ മീസാനിൻ, മീസാനിന്റെ ജംആണ്. മീസാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. മീസാൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാ? എന്താ സുഹൃത്തുക്കളെ? മീസാൻ ജ്വല്ലറി അല്ലട്ടാ. അങ്ങനെ ജ്വല്ലറി ഉണ്ട് മലപ്പുറത്ത്, അല്ല അവിടെ കോഴിക്കോട്, കണ്ടാന്നറിയില്ല. ജമ്മു മീസാൻ, മീസാന് ജമ്മാണ്. എന്നാൽ ഈ ഇതിന്റെ സിഖൽ എന്ന് പറഞ്ഞ എന്താ? വസിഖലുഹാ, തുലാസ്. അതെ, റുജ്ഹാനുഹാ. കണ്ട, അതിന്റെ സിഖല് ഭാരമാവുക എന്ന് പറഞ്ഞാൽ, കനം തൂങ്ങുക എന്ന് പറഞ്ഞാൽ അത് അമല് തോലുണ്ടാവുക എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. സംശയം വരാൻ കാരണം ഒരു ആനെ കട്ടൊരാളെന്ന് സങ്കല്പിക്കുക. ഒരു ആനെ കട്ടുള്ളൂ. ജീവിതകാലം മുഴുവനും അമൽ ചെയ്ത ഒരാൾ ഒരു ആനെ കട്ടുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. പക്ഷെ ഈ അമലും ആനന്റെ തൂക്കം നോക്കുകയാണെങ്കിൽ ഏതിനാ തൂക്കം കൂടുതലുണ്ടാകുക സുഹൃത്തുക്കളെ? ഹലോ, ഒരു 60-70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുക്കയും അവൻ അമൽ ചെയ്ത് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സങ്കല്പിക്കാം. പക്ഷെ അവൻ ആ ജീവിതത്തിൽ അടക്കം ഒരു ആനനെ കണ്ടു കൊടുക്കുന്നുണ്ട്. ഒരിക്കലെന്ന് വെച്ചാല്
തെറ്റായ അവന്റെ ചിന്തക പ്രകാരം ഒരു ആനനോ കട്ടുകൊടുന്ന് ഇവിടെ എന്താ ചെയ്യാ? ഇവിടെ ആനനൊരു തുലാസിലും പിന്നെ അമലും ഒരു തുലാസിലും വെച്ച എന്തായിരിക്കും കോലം സുഹൃത്തുക്കളെ? എന്തായിരിക്കും കോലം? എന്തെങ്കിലൊന്നും ഉണ്ടാത്തത് ഏതവിടെ കൂടുതലാവുക? ആ ആനയാണ് കൂടുതലാവുക. ഓൻ പരാജിതരാവില്ലേ? എന്നാൽ അള്ളാഹു അവിടെ എന്ത് റഫത്തിനുടമയാണ്? അള്ളാഹ് പറഞ്ഞെന്താന്നറിയോ? അള്ളാഹ് പറയുന്നത് ഈ ഹക്ക് എന്ന് പറയുന്ന സാധനം അതാണ് ഫഖീൽ, അതിനാണ് കനമുള്ളത്. എന്നാൽ വൽ ബാത്തിലു ഖഫീഫ്, തെറ്റായ പ്രവണത ഇതൊക്കെ കനം കുറവാണ്. എത്ര വലുത് ചെയ്താലും കനം കുറവായിരിക്കും. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അപ്പൊ അതുകൊണ്ട് ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, അപ്പോൾ ഒരുത്തൻ ഫഅമ്മാമൻ, അപ്പോൾ ഒരുത്തൻ ഖഫ്ഫത് മവാസീനുഹു, അവന്റെ തൂക്കപ്പെടുന്ന സാധനം അല്ലെങ്കിൽ അവന്റെ തുലാസ് കനം കുറഞ്ഞാൽ ഫഉമ്മുഹു, അപ്പോൾ അവൻ ചെന്ന് ചേരുന്ന സ്ഥലം ഹാവിയ, അത് ഹാവിയയാകുന്ന നരകമാണ്. വമാ അദ്റാക മാ ഹിയ, ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? നാറുൻ ഹാമിയ, അത് അതികഠിനമായ ചൂടുള്ള ഒരു നരകമാണ്. നോക്കൂ, മഹാന്മാര് പറയുന്നു, ഇവിടെ നമ്മള് പ്രതീക്ഷയ്ക്കൊരു വക കിട്ടാ സുഹൃത്തുക്കളെ. എന്താ വക? നന്മ ഒരു ലേശം, ഒരു പോയിന്റ് നന്മ മുൻകടന്നാൽ മതി. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തിന്മ ചെയ്യണം എന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നമുക്കറിയില്ല നന്മയാണോ തിന്മയാണോ മുൻകടന്നെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നന്മ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കണം. ഒരു പോയിന്റ് മുൻകടന്നാൽ അവൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തുന്ന. നിങ്ങൾ സന്തോഷിച്ചോണ്ട, അങ്ങനെ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ പണ്ഡിതന്മാർ പറഞ്ഞു ഉദ്ധരിക്കാൻ പോകുന്നുണ്ട്. അവന് നമുക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന 70,000 ആളുകളല്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞതും ശരി, എപ്പറഞ്ഞതും ശരിയാണ്. അവിടെ 70,000 ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഗ്രീൻ ചാനലിലൂടെ പോണ ആൾക്കാരാ. അവർക്ക് ഒരു ചോദ്യമില്ല, ഒന്ന് നോക്കുകൂടി ചെയ്താലെ. അവർക്ക് നന്മകൾ തൂക്കേണ്ട ആവശ്യമില്ല, അത് ക്ലിപ്തപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എവിടെയാണ്? നമ്മളെപ്പോലത്തെ ആളുകൾക്കാണ്. നമ്മളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. പ്രത്യക്ഷത്തെ നമുക്ക് പറയാം, നമ്മളെപ്പോലത്തെ ആളുകളെ സംബന്ധിച്ചാണ് എന്ത് ഈ പറഞ്ഞത്? തൂക്കാന്നുള്ള ഒരു ഹിസാബ് തന്നെയല്ലേ. അതല്ലാതെ രീതിയിൽ എന്ത് തൂക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിൽ കടക്കും. അപ്പൊ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങള്? അത് ആരാണ്? ഒരു നോട്ടം പോലും ഉണ്ടാവില്ല. ചിലപ്പോ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ ചിലപ്പോ സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെ നോക്കും, എങ്കിൽ ഇത് അതും കൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവർക്ക് നേരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അവർ പോക്ക്. അവരെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ കൂട്ടോ. മഹാന്മാര് പറയുന്നത് കാണാൻ 1000ന്റെ കൂടെ വേറെയും 1000 ഉണ്ടാവുന്ന. അള്ളാ, അതിലെങ്കിലും നമ്മൾ വിട്ടിട്ടിയാ വളരെ ഉണ്ടായില്ലേ. 70,000 ഹിസാബില്ലാതെ കിടക്കുന്ന, അത് നേതാക്കളെ പറ്റിയാണോ പറയുന്നത്? ബഹുമാനപ്പെട്ട അസ്കലാനിയാണോ ഏതോ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. എന്റെ ഓർമ്മ ശരിയാണ്, 10 രൂപയിലാണോ തോന്നുന്നത്, പറയുന്നത് കാണാൻ കഴിയും. എന്ത്? പിന്നെ 70,000 ആളുകൾ എന്ന് പറഞ്ഞ നേതാക്കളാണ്. ആ നേതാക്കളെ കൂടെ വേറെയും 1000 കടന്നുപോകും. അവര് തുഫൈലികളാണ്. മനസ്സിലായ? അപ്പൊ നേതാക്കൾ ഇങ്ങനെ കടന്നുപോകും. പിന്നെ കൂടെയുള്ള അനുയായികൾ എന്താക്കൂല? അതിനിപ്പോ എത്ര മോശക്കാരനാണെങ്കിലും ഒരു വലിയ നേതാവ് വരുമ്പോ ഓനും കയറ്റിയിരുത്തൂല. അങ്ങനല്ല ഇതിന്റെ സ്വഭാവം. ഉസ്താദിന്റെ കൂടെ പോണത് എവിടുക്കാ പോണത്? ഉസ്താദ് പോണത് വലിയൊരു കാര്യപ്പെട്ട ആളത്തേക്കാണ്. പക്ഷെ പോണ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ അയാളോട് വിരോധം തെറ്റല്ലെങ്കിൽ അയാൾക്ക് ഇയാളോട് വിരോധമൊക്കെ ഉള്ള ആളാ. പക്ഷെ ഉസ്താദിന്റെ കൂടെ പോകുമ്പോ എന്താവും? ആരും പ്രശ്നമാക്കൂല, ഓനങ്ങോട്ട് കടത്തിയിരുത്തും. അല്ലേ? എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബില്ലാതെ കടക്കുന്ന VIP-കളായ ആളുകളോട് കൂടെ പോകുന്ന ആളുകളെയും അങ്ങനെ അങ്ങോട്ട് കടത്തിവിടും എന്നാണ്. അല്ലാഹു നമ്മൾ അതിൽ പെടുത്തുമാറാവട്ടെ. ഇപ്പറഞ്ഞ അതല്ല, ഇപ്പറഞ്ഞത് അമലുകളൊക്കെ കൃത്യമായി തൂക്കി കണക്കാക്കി ഒരു പോയിന്റ് മുൻകടന്നു കഴിഞ്ഞാൽ അവൻക്ക് സ്വർഗത്തിലേക്ക് പോകാം. മഹാന്മാര് പറയുന്നു, നോക്കൂ നിങ്ങള്,
യുഹാസബുന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു മനുഷ്യരെ ഹിസാബെടുക്കപ്പെടും. ഫമൻ കാനത്ത് ഹസനാതുഹു, അവന്റെ നന്മയാണെങ്കിൽ എന്താണെങ്കിൽ അക്സറ മിൻ സയ്യിആതിഹി ബിവാഹിദ. എടാ എന്തൊരു പ്രയോഗമാണത്! അക്സറ മിൻ സയ്യിആതിഹി, അവന്റെ സയ്യിആത്തിനേക്കാൾ നന്മ കൂടുതലുണ്ട്. എങ്ങനെ? ബിവാഹിദത്തിൻ, ഒരു പോയിന്റ്. അല്ലാ, അങ്ങനെയുള്ള കൂട്ടത്തെങ്കിലും പെട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമ്മുടെ തിന്മകൾ മുൻകടക്കുമോ എന്ന പേടി എപ്പോഴും നമുക്ക് വേണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, യാ അലി, ഓ അലിയേ, ഇദാ അമിൽത സയ്യിഅതൻ ഫഅമൽ ബിജംബിഹാ ഹസനാ. ഓ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ അലി, നീ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ചീത്ത പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ചെയ്തു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അങ്ങനെ ആരും വ്യാഖ്യാനിക്കണ്ട, മനസ്സിലായ? ഇദാ അമിൽത സയ്യിഅതൻ, നീ ഒരു ചീത്ത പ്രവർത്തനം ചെയ്താൽ, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ, ഫഅമൽ ബിജംബിഹാ, അത് ചെയ്ത ഉടനെ തന്നെ നീ പ്രവർത്തിച്ചോ, അൽ ഹസന, നന്മ ചെയ്തോ. എന്താ നിങ്ങൾ സുഹൃത്തുക്കളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഥവാ ദുർബലമായ നിമിഷത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി എന്നാൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും, അത് ചെയ്ത ഉടനെ തന്നെ തൗബ ചെയ്യുകയും, ആ തൗബ ചെയ്യുന്നതിന്റെ മുമ്പായിക്കൊണ്ട് അല്പം പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുകയും ചെയ്യുക. ചിലപ്പോൾ ഈ നന്മ കാരണം ഈ തിന്മ മായ്ച്ചു കളഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ തിന്മക്ക് മുകളിൽ നമ്മുടെ നന്മ വന്നേക്കാം. പറഞ്ഞ മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഇതൊന്നും പറയാൻ ഞാൻ അറിയാനല്ലട്ടാ, ഞങ്ങളുടെ സമയം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയാണ് ക്ലാസ് വെക്കുകയാണ്. നിങ്ങളെ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോ ഒരു വലിയ ആൾ മനസ്സിലാക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹലോ, കാറ്റിവിടെ പുറത്ത് നല്ല അടിക്കണോണ്ട് പിന്നെ കേൾക്കുന്നുണ്ടോ എന്ന് വിവരം അറിയില്ലേ? അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അലി, യാ അലി, ഓ അലി അലിയാരേ, ഇദാ അമിൽത സയ്യിഅതൻ ഫഅമൽ ബിജംബിക ഹസനാ. അപ്പൊ അതുകൊണ്ട് മഹാന്മാര് പറയുന്നു, യുഹാസബുന്നാസു യൗമൽ ഖിയാമത്തി ഫമൻ കാനത് ഹസനാതുഹു അക്സറ മിൻ സയ്യിആതിഹി ബിവാഹിദ, ഒരു പോയിന്റ് നന്മ അവൻ ചെയ്ത തിന്മയേക്കാൾ മുൻകടന്നിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ കടന്നുപോയി. ഇനി നോക്കൂ, വമൻ കാനത് സയ്യിഅതുഹു, ഒരാളെ തിന്മയാണെങ്കിൽ അക്സറ മിൻ ഹസനാതിഹി ബിവാഹിദ, ഒരു പോയിന്റ് മുൻകടന്നു കഴിഞ്ഞാൽ, സയ്യിഅത്ത് തിന്മ ഒരു പോയിന്റ് മുൻകടന്നു കഴിഞ്ഞാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ കടന്നുപോകും. അല്ലാഹുവിന്റെ അഫ്വ ഇല്ലെങ്കിൽ അവൻ നരകത്തിൽ കടന്നുപോകും. കേട്ടോ? നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇമാം മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ കഴിയേ, ഈ ഖിഫത്തുൽ മീസാൻ, മീസാൻ ലഘൂകരിക്കുക, കനം കുറയുക എന്ന് പറയുന്നത് അത് പല രീതിയിലുണ്ടാവും, പല കോലത്തിലുണ്ടാവും. വൽ മുറാദ് ബി ഖിഫത്തിൽ മവാസീൻ, മീസാൻ, തുലാസ്, കനം കുറയുക എന്ന് പറയുന്നത്, അവിടെ തുലാസിനെ പറ്റി പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കേട്ടാ. എന്താ അറിയോ, ഈ തുലാസ് എന്ന് പറഞ്ഞ സാധനം അത് നമ്മളെ ഈ തുലാസ് മാതിരിയല്ല. അള്ളാന്റെ തുലാസിന് പ്രത്യേകത കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തെ കിടക്കാം, ഈ പറഞ്ഞ വിഷയത്തെ കിടക്കാം. നമ്മളെ തുലാസ് മാതിരിയല്ല എന്ന് പറഞ്ഞത്. അള്ളാന്റെ തുലാസിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, അത് നീ മനസ്സിലാക്കി, അന്ന മീസാനൽ ഹഖ്, ഹഖ് സുബ്ഹാനഹു വ തആലയുടെ മീസാൻ ബിഖിലാഫി മീസാനിൽ ഖൽഖീന, സൃഷ്ടികളുടെ മീസാനെതിരാ. നമ്മളെ മീസാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തുലാസ് എന്ന് പറഞ്ഞാല് സാധനം തോലുണ്ടെങ്കിൽ താഴേക്കാണ് വരിക, സാധനം കുറവാണെങ്കിൽ മേലോട്ട് വരിക, അല്ലേ? അങ്ങനെ ഉണ്ടാകുക.
മുകൾ എന്ന് പറഞ്ഞ എപ്പോഴും ഉന്നതിയുള്ളതല്ലേ. പക്ഷെ നമ്മൾ ദുന്യാവിലുള്ള തുലാസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് താഴേക്കാണ് വരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ തുലാസ് അങ്ങനല്ല. എഴുതാം നീ മനസ്സിലാക്കി, അന്ന മീസാൻ അൽ ഹഖ് ഹഖ് സുബ്ഹാനഹു വ തആലയുടെ മീസാനെ ബിഖിലാഫി മീസാനിൽ ഖൽഖി, സൃഷ്ടികളുടെ മീസാനെതിരാണ്. എന്താ എങ്ങനെയാണത്? കാരണം ഇത് സൂദുൽ മൗസൂനാത്തി, കാരണം ഇത് സൂദുൽ മൗസൂനാത്തി തൂക്കപ്പെടുന്ന വസ്തുക്കളുടെ സുഊദ് ഉയർച്ച, ഇർതിഫാഉഹ ഫീഹി, അത് ഉയരലാണ്. എന്ത് മൗസൂന് തൂക്കപ്പെടുന്ന സാധനം ഉയർന്നു നിൽക്കലും പൊങ്ങി നിൽക്കലുമാണ് ഫീഹി അള്ളാഹുവിന്റെ തുലാസിലുള്ള ഏത് അള്ളാഹുവിന്റെ തുലാസിൽ അങ്ങനെ ഉണ്ടാകും, പൊങ്ങി നിൽക്കലാണ്. ഹുവസ്തിഖലു, അതാണ് കനം തൂങ്ങുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ മീസാനിൽ പിന്നെ മൗസൂനായ തൂക്കപ്പെടുന്ന സാധനം താഴ്ന്നു നിൽക്കുക, പിന്നെ കനം താഴേക്ക് നിൽക്കുക എന്നുള്ളതാണ് ഖിഫത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് അള്ളാഹുവിന് തുലാസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ ബുദ്ധി കൊണ്ടും ചിന്തിക്കണ്ട എന്താ അങ്ങനെയെന്ന്. അതൊക്കെ അള്ളാഹുവിന്റെ ഒക്കെ അള്ളാഹുവിന് പുറത്തല്ലേ. ഇങ്ങനെ ആയത് ഇപ്പൊ അങ്ങനെ അള്ള സൃഷ്ടിച്ചോണ്ടല്ലേ. നേരെ മറിച്ചാണ് ദുന്യാവെങ്കിലാ, അപ്പോൾ നമ്മൾ സ്വീകരിക്കൂലേ. നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുന്നു. നാവ് പോലത്തെ അവയം വേറില്ല. നമ്മള് പിന്നെ ശരീരത്തിൽ എല്ലില്ലാത്ത നാവുകൾ വേറെയുണ്ടല്ലോ. ഈ എല്ലില്ലാത്ത നാവുകളല്ല, എല്ലില്ലാത്ത സാധനങ്ങൾ വേറുമില്ല നമ്മുടെ ശരീരത്തിൽ. ഈ എല്ലില്ലാത്ത സാധനം കൊണ്ട് ഇങ്ങനെ അടിച്ചത് കൊണ്ട് സംസാരമാവോ? ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സംവിധാനിച്ച ആ രീതിയിലാണ്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, വിരലുകൊണ്ട് കാണാൻ കഴിയുന്നില്ലല്ലോ. അള്ള സംവിധാനിച്ച അങ്ങനെയാണ്. വിരലുകൊണ്ട് കാണാൻ വേണ്ടി നമ്മൾ സംവിധാനിച്ചാലോ വിരലുകൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മീസാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീസാനെതിരാണ്. കാരണം നമ്മുടെ മീസാൻ കനം തൂങ്ങിയ താഴേക്കും കനം കുറഞ്ഞാൽ മുകളിലേക്കാണ് പോവുക. എന്നാൽ അള്ളാഹുവിന്റെ മീസാൻ എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞാൽ അടിയിലേക്കും കനം കൂടിയാൽ മുകളിലേക്കാണ്. കാരണം എന്താ? മുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഔന്നിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ കാരണം. അപ്പൊ അതുകൊണ്ട് അതിനെ ഇടക്ക് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, പണ്ഡിതന്മാർ പറയുന്നു, മീസാൻ കനം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ മിനൽ ഹസനാതി ബിൽ കുല്ലിയ്യ, ഒരിക്കലും തന്നെ നന്മയില്ലാതിരിക്കണ കോലം വരാമെന്ന് ശരിക്കും മനസ്സിലാക്കണം. നന്മ ചുരുങ്ങുക, ഖിഫത്ത് എന്ന് പറഞ്ഞാൽ തീരെ നന്മയില്ലാതിരിക്കാം. വതിൽക മവാസിനുൽ കുഫാർ, അത് കാഫിരീങ്ങളുടെ മവാസീനാണ് കേട്ടോ. കാഫിരീങ്ങളുടെ മവാസീന് അവർ എത്ര നന്മ ചെയ്താലും അള്ളാഹുവിനെ നമ്മൾ എത്ര സ്തുതിക്കണം സഹോദരന്മാരെ. മുസ്ലിമായതിൽ അള്ളാഹുവിനെ എത്ര സ്തുതിക്കണം. അൽഹംദുലില്ലാഹ്. കാഫിരീങ്ങൾ എത്ര നന്മ ചെയ്താലും അതിന്റെ നന്മയുടെ പ്രതിഫലം അള്ളാഹ് ഇവിടുന്ന് കൊടുക്കുകയല്ലാതെ ആഖിറത്തിലേക്ക് ഒരിക്കലും തന്നെ അത് ഫലവത്താകൂല. ഹിദായത്തും നൽകാൻ ഉദ്ദേശിക്കുന്ന കാഫിരീങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ റൂമിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹിദായത്ത്, സന്മാർഗം, ആ സന്മാർഗം അള്ളാഹു ലക്ഷ്യം വെച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കുമാറാവട്ടെ നമ്മുടെ ഈ റൂം കാണണമെങ്കിലും. സഹോദരന്മാരെ, ഈ മവാസീന് തൂക്കം എന്ന് പറയുന്നത് അത് ഖുലൂഹാ മിനൽ ഹസനാതി ബിൽ കുല്ലിയ്യ വദാലിക മവാസീനുൽ കുഫാർ, കാഫിരീങ്ങളുടെ തൂക്കപ്പെടുന്ന സാധനങ്ങളാണ്. അവർ എത്ര നന്മ ദുനിയാവിൽ ചെയ്താലും ശരി, ആ നന്മ ഒന്നും ആഖിറത്തിൽ ഫലം ചെയ്യില്ല. അതൊക്കെയും ശൂന്യമായിരിക്കും. ഇതേ ശൂന്യത ബിദ്അത്തുകാർക്കും അനുഭവപ്പെടും. അല്ലാഹു കാക്കട്ടെ. എന്നാൽ മറ്റൊരഭിപ്രായം, മറ്റൊരു കോലം, ഖിഫത്ത് തൂക്കപ്പെടുന്ന സാധനം കനം കുറയുന്നതിനുള്ള മറ്റൊരു രീതി, വൽ മുറാദു ബിസിഖലിൽ മവാസീനി ഖുലൂഹാ മിനസ് സയ്യിആതി ബിൽ കുല്ലിയ്യ, നന്മ മാത്രമേ ഉള്ളൂ. തിന്മ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല തൂക്കപ്പെടുന്നത്, നന്മ മാത്രമേ ഉള്ളൂ. സ്വാലിഹീങ്ങളും ഔലിയാക്കളും അമ്പിയാക്കളും പോലത്തെ ആളുകള് അവർക്ക് നന്മ മാത്രമേ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ വേറൊരു കോലം, അല്ലെങ്കിൽ സയ്യിആത്തിനെ വളരെ ചുരുക്കമായി എത്തിക്കുക. ലാ തുവാസിൽ ഹസനാത്ത്, ഹസനാത്തിനെ മറികടക്കുന്ന രീതിയിലോ തുല്യമാകുന്ന രീതിയിലോ അല്ലാത്ത കോലത്തില്
സയ്യിആത്ത് കുറച്ചുണ്ടാകുക, അല്ലെങ്കിൽ തീരെ സയ്യിആത്ത് ഇല്ലാതിരിക്കുക, ഇങ്ങനെ രണ്ടു കോലം വരാം. അപ്പോ നാളെ തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ തൂക്കപ്പെടുന്ന സാധനം തീരെ നന്മയില്ലാത്തത്, തീരെ തിന്മയില്ലാത്തത്, നന്മയുണ്ട് പക്ഷേ ആ നന്മയേക്കാൾ എത്രയോ കുറവാണ് തിന്മ. മറ്റൊരു കോലമുള്ളത് മൂന്നാമത്തെ കോലം കണ്ടങ്ങൾ ഹസനാത്തും സയ്യിആത്തും രണ്ടും സമമായവൻ. അപ്പൊ എന്താ ഇതിന്റെ വിധി? മഹാന്മാര് പറയുന്നു വഹുകുമുഹു, ഇതിന്റെ വിധി അന്നഹു യുഹാസബു ഹിസാബൻ യസീറാ, നന്മയുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തിന്മയുമുണ്ട്, പക്ഷെ രണ്ടും ഈക്വലാണ്. ഈക്വലാവുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അന്നഹു യുഹാസബു ഹിസാബൻ യസീറൻ, ചെറിയൊരു ശിക്ഷ കൊടുക്കും. ഖുർആനിൽ പറഞ്ഞില്ലേ യുഹാസബു ഹിസാബൻ യസീറാൻ, അത് ഇതിനെ പറ്റിയാണ്. കുറഞ്ഞ ശിക്ഷ ഉണ്ടാവുള്ളൂ. വയദ്ഖുലുൽ ജന്ന, അല്ലെങ്കിൽ വയദ്ഖുലുൽ ജന്ന, ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ കടക്കും, അല്ലെങ്കിൽ അല്ലാഹു അവനെ സ്വർഗത്തിൽ കടത്തും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരാള് അന്നമൻ വജദത്ത് ലഹു ഹസനാത്തുൻ, ഒരാൾക്ക് നന്മണ്ട്, ഫഖത്ത് നന്മ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഔ സവലത്ത് അലാ സയ്യിആതിഹി, അല്ലെങ്കിൽ സയ്യിആത്തിനേക്കാൾ നന്മ കൂടിയിട്ടുണ്ട്, ഫവൽ ജന്ന ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബും കൂടാതെ അവൻ സ്വർഗത്തിൽ കടക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നന്മ തിന്മയേക്കാൾ കൂടുതലാണെങ്കിൽ ഹിസാബില്ലാതെ കടക്കും. ഏത് ഹിസാബ്? പിന്നെ ഈ ശിക്ഷ എന്ന് പറയുന്ന ഹിസാബില്ലാതെ, നരകത്തിലുള്ള ശിക്ഷയില്ലാതെ അവൻ നേരെ സ്വർഗത്തിൽ, അല്ലാതെ മറ്റ് ഹിസാബില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. ഒരു ഹിസാബും ഇല്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ കടത്തും എന്ന് പറഞ്ഞതിന് ലക്ഷ്യം എന്താണ്? അവർക്ക് ഒരു ചോദ്യം ഉണ്ടാവില്ല, നേരെ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകണവർ. എന്താ നിങ്ങള് വമനിസ്തവാ ഹസനാതുഹു വസയ്യിആതുഹു, ഒരാളുടെ ഹസനാത്തും സയ്യിആത്തും രണ്ടും ഈക്വലാണെങ്കിൽ ഫഹുവ യുഹാസബു ഹിസാബൻ യസീറാ, ചെറിയ ശിക്ഷ എന്ന് കൊടുക്കും. അല്ലെങ്കിൽ വയദ്ഖുലുൽ ജന്ന, അല്ലെങ്കിൽ അവനെ സ്വർഗത്തിൽ കടക്കും, അല്ലെങ്കിൽ വയദ്ഖുലുൽ ജന്ന, അവനെ സ്വർഗത്തിൽ കടത്തുകയും ചെയ്യും. വമൻ സാദത്ത് സയ്യിആതുഹു അലാ ഹസനാതി, ഒരാളുടെ നന്മയേക്കാൾ തിന്മയാണ് കൂടുതലെങ്കിൽ ഫഹുവ തഹ്തൽ മശീആ, നരകത്തിൽ കടക്കുമെന്നല്ല പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെയും റഹ്ഫത്തിന്റെയും ആ വലിയ വിശാലതയാണ് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത്. ഒരാളെ തിന്മ നന്മയേക്കാൾ കൂടുതലാണെങ്കിൽ ഫഹുവ തഹ്തൽ മശീആ, ഇൻഷാ അല്ലാഹു അഫാ അൻഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ മാപ്പ് കൊടുക്കും. പോയിക്കോന്നറിയും. സാരില്ല, കാരണം അവന് ഖൽബ് ചിലപ്പോ നല്ലതായിപ്പോയി, പോയിക്കോ ജി സാരില്ലോ പോയിക്കോടോന്നറിയും. നല്ല മനുഷ്യരായ എങ്ങനെ ഉണ്ടാവൂല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആളെ നോക്കുമ്പോൾ ഫയലുകളൊന്നും കാണുന്നില്ല, വേറെ കേസൊന്നുമില്ല. ഇയാളെ നോക്കുമ്പോൾ ഇയാളെ പറ്റി കുടുംബത്തിലൊന്നും അങ്ങനെ ഇല്ല, നാട്ടുകാർക്ക് യാതൊരു അഭിപ്രായം, നല്ല മനുഷ്യയായിട്ടവൻ എന്തോ ഒരു ദുർബല നിമിഷത്തിൽ ചെത്ത് പറ്റുക. അവർ നീ ചെയ്തിട്ടാ, പോലീസുകാർ പറയും നീ ചെയ്ത് പോയിക്കോ എന്ന് പറഞ്ഞ് പുറത്ത് രണ്ട് തട്ടും തട്ടിയാണ് എന്ത് ചെയ്യും, പോലീസുകാർ പറഞ്ഞേക്കില്ലേ. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് തിന്മ കൂടിയിട്ടുണ്ട്, പക്ഷെ നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഫഹുവ തഹ്തൽ മശീഅത്തി ഇൻഷാ അല്ലാഹു അഫാ അൻഹു, അല്ലാഹു എന്ത് ചെയ്യും, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, തട്ടുകൊടുക്കും. വൈൻഷാ, അതല്ല, ചിലപ്പോ വരടനായിക്കോളെ, ആള് വലിയ വരടനുമായ ആള് വ്യക്തിയാണെങ്കിൽ ഇൻഷാഅല്ലാഹു അല്ലാഹു അവനെ ശിക്ഷിക്കും. ബിഖദ്രിഹി, അവന്റെ ഇതിന്റെ ഈ ദോഷത്തിന്റെ ഖദർ കണ്ട് അല്ലാഹുവിനെ ശിക്ഷിക്കും. സുമ്മ യുദ്ഖിലുൽ ജന്ന, പിന്നെ അവനെ സ്വർഗത്തിലേക്ക് കടത്തും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങള്, വമൻ വജദത് ലഹു സയ്യിആത്തുൻ, ഒരാൾക്ക് സയ്യിആത്ത് മാത്രമേ ഉള്ളൂ എങ്കില് സുബ്ഹാനല്ലാഹ് ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാൻ. എന്താ അങ്ങനെ പറഞ്ഞ? സയ്യിആത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് ഈമാന് പോലും ഇല്ലാന്നർത്ഥം. അപ്പൊ ഈമാന് പോകുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. കർമ്മങ്ങൾക്കല്ല ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. വിശ്വാസം പഴച്ചോ കർമ്മ എത്ര ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മുജാഹിദാവരുത്, ജമാഅത്താവരുത്, തബ്ലീഗാവരുത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊക്കെ വിശ്വാസത്തിൽ ദൗർബല്യങ്ങളുണ്ട്. പ്രവാചകനും സഹാബത്തും പൂർവസൂരികളും പഠിപ്പിച്ചതിന് വിരുദ്ധമാണത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് പോകരുത് 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 എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിശ്വാസം പിഴച്ചു പോയാൽ ഒന്നുകിൽ കുഫറിലേക്ക് പോകും, അല്ലെങ്കിൽ ഫിസ്കിലേക്ക് പോകും. നമ്മളവരെ കാഫിറാക്കുന്നില്ല എന്നേ ഉള്ളൂ. കാഫിറാക്കാൻ നമുക്ക് വ്യക്തമായ തെളിവൊന്നുമില്ല, അതുകൊണ്ടാണ്. പക്ഷേ അറിയാൻ കഴിയോ, ഒന്നുകിൽ അവൻ കുഫറായിരിക്കും, അല്ലെങ്കിൽ അവൻ മുനാഫിഖായിരിക്കും. ഇവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ മുനാഫിഖിന്റെ ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. വമൻ വജദതുഹു സയ്യിആത്തുൻ, ഒരാൾക്ക് സയ്യിആത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഫഹുവ കാഫിറുൻ ഫമഅവാഹുൻ നാറു ഖാലിദൻ ഫീഹാ. അവന്റെ വാസസ്ഥലം ഏതാണ്? നരകമാണ്. ഖാലിദൻ ഫീഹാ, ശാശ്വതമായി. അല്ലാഹു നമ്മൾക്ക് കാക്കട്ടെ. ഈമാൻ സംരക്ഷിച്ച് കിട്ടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാവട്ടെ. അപ്പൊ സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ, ഫഅമ്മാമൻ സഖലത് മവാസീനുഹു, ഒരാളുടെ മീസാൻ, അവന്റെ ഉൽപ്പന്നങ്ങൾ, അവന്റെ അമലുകൾ അത് കനം കൂടിയതാണെങ്കിൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. കണ്ട നിങ്ങൾ, ഉമ്മു ഹാവിയ. ഉമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മ് എന്ന് പ്രയോഗിച്ചെന്തേ എന്താ? ഉമ്മുഹു ഹാവിയ ഐ ഫമസ്കനുഹു, അവന്റെ താമസ സ്ഥലം. വമസീറുഹു, അവൻ ചെന്നു ചേരുന്ന സ്ഥലം. നാറു ജഹന്നം യഹ്വി ഫീ ഖഅദിഹാ. യഹ്വി ഫീ ഖഅദിഹാ. ഹാവിയ എന്ന് പറയാൻ കാരണം എന്താ? ഉമ്മ് എന്നുള്ള സാധാരണ ഉമ്മുൽ ഖുറാ എന്ന് പറയും. എന്താ മക്കൾക്ക് ഉമ്മുൽ ഖുറാ എന്ന് പറയാൻ കാരണം? നമ്മളെല്ലാവരുടെയും അഭയ കേന്ദ്രമാണത് കഅബ. മനസ്സിലായ? എല്ലാം ചെന്ന് പറയേണ്ട സ്ഥലമാണ് ഉമ്മുൽ ഖുറാ. മനസ്സിലായ? അവിടെ ചെന്ന് പറഞ്ഞ് മുശ്രിക്കൊന്നും ആവുന്നില്ല. ഒന്ന് തുങ്ക തെറിച്ചുപോണ മൂക്കല്ല നമ്മള് തൗഹീദും ശിർക്കും പറഞ്ഞു. ഒന്ന് തുമ്പുവച്ചിനെ തെറിച്ചു പോണതല്ല ഏത്? ഈ തൗഹീദും ശിർക്കുന്ന സാധനം. അതിനൊക്കെ കുറെ നിബന്ധനയും കുറെ ശുറൂത്തുകളൊക്കെ ഉണ്ട്. അപ്പോ ഉമ്മുൽ ഖുറ എന്ന് നമ്മുടെ കഅബയ്ക്ക് പേര് വരാൻ കാരണം അത് നമ്മുടെ മഅ്വയാണ്, അഭയകേന്ദ്രമാണ്, ചെന്ന് ചേരേണ്ട സ്ഥലമാണത്. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞത്. ഉമ്മാക്ക് പേര് വരാൻ കാരണം അതാണ്. എല്ലാവിധ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് ചെന്നിട്ട് ഉമ്മായുടെ മടിത്തട്ടിൽ, ആ ഹുജറിൽ അല്പനേരം കിടന്നാൽ എല്ലാം ലാസ്റ്റ് ചെന്ന് ചേരുന്ന ഉമ്മാന്റെ അടുത്തേക്കാണ്. ഭാര്യ ഉണ്ടാവില്ല. നമ്മളെ വൈദ്യുതങ്ങൾ പറിച്ചിട്ടുണ്ട്. എടാ വൈദ്യുതങ്ങൾ പറിച്ചിട്ടുണ്ടേ, ഈ ഭാര്യ എന്നൊക്കെ പറഞ്ഞാലേ അവരൊന്നും നട്ടപ്പാതിരിക്ക് വിളിച്ച് എടി എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ കിടന്നോളിന്ന് ഇപ്പൊ നട്ടപ്പാതിരിക്ക് വെള്ളം കൊടുക്കാന്ന് പറയും. നമ്മള് അവശരാകുമ്പോഴേ, അവശത ഇല്ലെങ്കിൽ പിന്നെ ചെറുപ്പം ചെയ്യുന്നവരെയാവും. ഇയാളെ കൊണ്ട് ഇനിയിപ്പോ വെള്ളം എടുത്തു കൊടുക്കാൻ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അവശത ഇല്ലാത്ത കാലത്ത് എടുത്തൊന്നും വരും. അവശത ഉള്ള കാലം, അവശത വന്ന സമയത്താണെങ്കിൽ നമുക്ക് വയ്യ, കിടക്കാണ്. ആ കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭാര്യയോട് പറയാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, വല്ലാതായിട്ട് നട്ടപ്പാതിരക്കൊന്ന് വിളിച്ചു നോക്കി നിങ്ങളെ ഭാര്യനെ. ഭാര്യ പറയും, ഈ ഹലാക്കിപ്പി നേരത്തെ വെള്ളം ചോദിക്കാൻ കൊണ്ട് അവിടെ കിടന്നോളിന്ന് എന്ന് പറയും. എന്നാൽ അതേ വാക്ക് കൊണ്ട് ഉമ്മാനൊന്ന് വിളിച്ചു നോക്കി നിങ്ങള്, തങ്ങളൊന്ന് വിളിച്ചു നോക്കി നിങ്ങള്, ഉമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് നട്ടപ്പാതിരക്ക് വിളിച്ചാൽ ഉമ്മ എഴുന്നേറ്റ് വന്നുകൊണ്ട് നമുക്ക് വെള്ളം തരും കേട്ടോ. പിന്നെ നമ്മുടെ ബഷീറിന്റെ ഒരു കഥയിലുണ്ട്. ബഷീറുണ്ടല്ലേ നമ്മളെ ബേപ്പൂർ സുൽത്താൻ ഒരു കഥയിലുണ്ട്. ഒരിക്കലിങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. നട്ടപ്പാതിരക്കാണ്, അർദ്ധരാത്രി 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ചെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചെറിയ ചിമ്മിനികളൊക്കെ കത്തിച്ചിരിക്കുകയാണ്. കയറി ചെന്ന് ഉമ്മാനെ വിളിച്ചു, ഉമ്മ ഭക്ഷണം നട്ടപ്പാതിരക്കേ. അപ്പൊ ഉമ്മാനോട് ചോദിച്ചു ബഷീർ, അല്ലമ്മ ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കണം നിങ്ങള്, മോനേജ് വരുന്നത് പറഞ്ഞു വിചാരിച്ച് ഞാൻ എല്ലാ ദിവസവും നിന്നെ കാത്ത് ഭക്ഷണം ഞാൻ പോലും കഴിക്കാതെ നിനക്ക് വേണ്ടി ഭക്ഷണം വെച്ച് ഞാൻ നിന്നെ കാത്തിരിക്കാറാണ് എന്ന് പറഞ്ഞൊരു കഥ വായിച്ചു പോയി. അതിന്റെ ആശയം ഉൾക്കൊണ്ടൊന്ന് വായിക്കുകയാണ്, കരഞ്ഞു പോകും സുഹൃത്തുക്കളെ. വേണ്ട ആരോഗ്യമുള്ളപ്പോ ഭാര്യകാരം തരും. കാരണം എന്താ അറിയാം, ഈ വണ്ണാറക്കാരനെ കൂടെ വല്ല സൂപ്പുണ്ടാകേണ്ട വിചാരിച്ചു. എന്നാൽ നമുക്ക് ദൗർബല്യം വന്നു കഴിഞ്ഞാൽ
ദൗർബല്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചു നോക്കി പണ്ടാറക്കാരൻ ഇപ്പോഴാ പറയാൻ കണ്ടത് തോന്നും. കിട്ടൂല. എന്നാ ഉമ്മാനെ വിളിച്ചു നോക്കൂ. ഉമ്മ അതാണ് ഉമ്മായുടെ മടിത്തട്ട് മഹുവയാണ്, അഭയകേന്ദ്രമാണ്. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്ത ആളുകളുടെ മഹുവയാണ് നരകം. ഉമ്മ നമ്മളെ കൂട്ടിപ്പിടിക്കുന്നത് പോലെ ഉമ്മ കുഞ്ഞിനെ മാറോട് ചേർക്കും. മാറുന്ന സാധനം എന്താ? ഒരു പിന്നെ സ്ത്രീയുടെ പ്രധാനപ്പെട്ട സ്ഥലമാണത്. ആ സ്ഥലത്തേക്കാണ് നമ്മളെന്ത് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത്. ഇതിനേക്ക് അഭയം തരാനുള്ള സ്ഥലമാണ്, മാർവിടമാണ് മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ നമ്മളെ മാറോട് ചേർക്കുന്നത് പ്രകാരം ഈ മഹുവയാകുന്ന ഈ ഹാവിയാകുന്ന നരകം തെറ്റ് ചെയ്ത ആളുകളെ കൂട്ടിപ്പിടിക്കും നാല് ഭാഗത്തു നിന്നും. അതുകൊണ്ടാണ് ഫഉമ്മുഹു അവന്റെ വാസസ്ഥലം, അവൻ താമസിക്കുന്ന സ്ഥലം ഹാവിയയാകുന്ന നരകമാണ്. അത് സത്യസ്ഥാന പെണ്ണുങ്ങൾ അങ്ങനെ ആവില്ലെന്ന് പറഞ്ഞതേ അതിപ്പോ തോന്നുന്നു. ഇവിടെ നേരെ കായിങ്ങനെ അച്ചെടുക്കുന്നുണ്ടേ. അവൻ കായിങ്ങനെ അച്ചെടുക്കുമ്പോ ഇപ്പൊ നമുക്ക് തോന്നും എന്ത് പറയാ അതൊന്നും ആവില്ലാന്ന്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ ഉണ്ടിട്ട് അല്ലാന്നൊന്നുമില്ല, എല്ലാവരെയും അല്ല ഈ പറയുന്നൊന്നും. നല്ല സ്നേഹമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ കരച്ചു വന്നു പോകും. പിന്നെ വിവാഹം ചെയ്ത് അല്പ ദിവസം മാത്രം താമസിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അത് കാരണം ചിലപ്പോൾ വലിയ ആക്സിഡന്റിൽ പെട്ടുപോയി ആ കുഴഞ്ഞു കിടക്കുന്ന ആളുകളെ വർഷങ്ങളോളം സ്നേഹത്തോടെ പരിചരിക്കും. ഞാനൊരു കഥ വായിച്ചിട്ട് കരഞ്ഞുപോയി. എന്റെ അദ്ദേഹം ദൈവം എന്ന് പറഞ്ഞ എന്താ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോ ഉദ്ദേശാർത്ഥം ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാണ് എന്റെ ഭാര്യയാണ്. കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാണ് എന്റെ ഭാര്യ. ഈ ഭാര്യ ഇല്ലെങ്കിൽ ഞാൻ എന്നോ മരിച്ചു പോകുമായിരുന്നു. എന്താ സുഹൃത്തുക്കളെ? കാരണം കുറച്ചു കാലം മാത്രം വിവാഹം ചെയ്തുകൊണ്ട് ജീവിച്ചു. അതിനുശേഷം ആക്സിഡന്റ് സംഭവിച്ചു. അങ്ങനെ ഊരക്ക് താഴെ തളർന്നുപോയി, ഒന്നിനും കഴിയുന്നില്ല. ഈ വ്യക്തിയെ തന്റെ യുവത്വം മറന്നുകൊണ്ട് ഈ സ്ത്രീ പരിചരിക്കുകയാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ ഭർത്താവ്, എന്റെ കാണുന്ന ദൈവമാണ് എന്റെ ഭാര്യ, അവളില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നോ തകർന്നു പോകുമായിരുന്നു. മനസ്സിലായ? അവരൊക്കെ ചിലപ്പോ ഔലിയാക്കളാവും. ഈ ഭാര്യയ്ക്ക് നമ്മളറിയില്ലാവുന്നു. നമ്മൾ മനസ്സിലാക്കും, ഈ നിലകെട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ താടിയൊക്കെ വെച്ച് നടക്കുന്നവരെ ഔലിയാക്കൾ. അങ്ങനെ മനസ്സിലാക്കണ്ട. ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോ ഔലിയാക്കൾ. ഇത്രക്കും ഇന്ത്യ പെണ്ണിയാൻ തെറ്റിപ്പോയി. അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം തന്നെയില്ലേ? വിവാഹമോചനം നടത്താനുള്ള മാർഗമില്ലേ? എന്നിട്ടുപോലെ അതൊക്കെ ഒഴിമാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം വളയപ്പെടുത്തുന്നല്ലേ? അങ്ങനെയുള്ള ഭാര്യമാരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഉമ്മ എന്ന് പറയുന്നത് അത് നമ്മളെ മാറോടണച്ചുകൊണ്ട് നമുക്ക് സംരക്ഷണം തരുന്നത് പോലെ ഈ ഹാവിയ എന്ന് പറയുന്ന നരകം തെറ്റ് ചെയ്ത തമ്മാടികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കും. സംരക്ഷണമല്ല അവിടെ, അതൊക്കെ ഒരു പ്രയോഗമാണ്. നോക്കൂ സഹോദരന്മാരെ, അപ്പോ ഉമ്മുഹു ഹാവിയ, അവന്റെ ഹാവിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്? ഹാവിയ എന്ന് പറഞ്ഞാൽ തന്നെ അത് നരകത്തിന്റെ ഒരു പേരാ. ഹാവിയ എന്ന് നരകത്തിന് പേര് വെക്കാൻ കാരണം എന്താ? സുബ്ഹാനല്ലാഹ്, അത് സുമ്മിയത്ത് ബിഹാലി ഗായത്തി ഉംഖിഹാ വബുഅദി മഹ്വാഹാ എന്നാണ്. ഈ ഹാവിയ എന്ന് നരകത്തിന് പേര് വെക്കാൻ കാരണം അതിന്റെ ആഴത്തിന്റെ ആധിക്യം കൊണ്ടാണ്. എത്രയാണ് ഇതിന്റെ ആഴത്തിന്റെ ആധിക്യം പറയുന്നത്? റിവായത്ത് ചെയ്യണമെന്നറിയോ? ഒറുവിയ അന്ന അഹിലന്നാരി യഹൂന ഫിഹാ 70 ഖരീഫ് എന്നാണ്. 70 ഖരീഫ്. ഒരു ഖരീഫ് എന്ന് പറഞ്ഞാല് പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഒരു ഖരീഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വേവട്ടക്കാലാണ്, ഒരു ആയുസ് കാലാണ്. മനസ്സിലായ? ഒരായുസ് കാലം. അപ്പൊ 70 ഖരീഫ് അത്രക്കും ആഴത്തിലേക്ക് ആപതിക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെട്ടുമാറാവട്ടെ. സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് ഈ നരകത്തിന് ഇന്ത്യ ഹാവിയ എന്ന് പേര് പറഞ്ഞത്. അതുകൊണ്ട് ഫമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അവന്റെ മസ്കനി, അവന്റെ താമസസ്ഥലം. ഫഉമ്മുഹു എന്ന് പറഞ്ഞാൽ അവന്റെ താമസസ്ഥലം, അവൻ ചെന്നു ചേരുന്ന സ്ഥലം
അതേത് ഹാവിയ, ഹാവിയ എന്ന് പറയുന്ന നരകമാണ്. നിത്യേതാണ് സഹോദരന്മാരെ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, വീണ്ടും അതിന്റെ ആധിക്യം, അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി അള്ളാഹ് പറയുന്നു, വമാ അദ്റാക മാഹിയ. വമാ അദ്റാക, തങ്ങൾക്കറിയുമോ നബിയേ, തങ്ങൾക്ക് എന്താണ് അറിയുക? മാഹി, അതെന്താണെന്ന് തങ്ങൾക്കറിയുമോ? എന്താണ് ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ തങ്ങൾക്കറിയുമോ? കണ്ടാ, അവിടെ മാഹിയ എന്ന് നമ്മൾ എന്ത് ചെയ്യും? സുക്കൂന് കൊണ്ട് ഒപ്പ് ചെയ്യും അല്ലേ? ജീവിതത്തിന്റെ ഉസ്താദുമാരോട് ചോദിച്ചാല് അവിടെ ഉള്ളത് അസിലുള്ളത് മാഹി എന്നാണ്. മനസ്സിലായ? ഒമാ അദ്റാക മാഹിയ എന്നുള്ളവർക്ക് മാഹി എന്നാണ്. അവിടെ ആ നമീർ ഒരിക്കലും തന്നെ എന്തല്ല, അത് നമീറിന്റെ ഹാ അല്ല. ആ ഹാ ഒരിക്കലും നമീറിന്റെ ഹാ അല്ല. അത് സക്കത്തക്ക് വേണ്ടി മറ്റതിന്റെ ഘടന ഒപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്താണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹായിനെ കൊടുത്തതാണ്. അതുകൊണ്ടാണ് ആ ഹായ് അവിടെ വരുമ്പോ മറ്റുള്ള സ്ഥലത്തൊക്കെ ഹാത്തോടൊക്കെ അവിടെ ഒഫ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒഫ് ചെയ്യല് അൽ ഖാരിയ വൽ ഖാരിയ മാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൻ എന്ന് തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒഫ് ചെയ്യല്. എന്നാൽ അവിടെ എത്തുമ്പോൾ ഫൗമുഹു ഹാവിയ വമാ അദ്റാക മാഹിയ, മാഹിയ എന്നാ പറയാ. സുക്കൂന്റെ മേലിലാണ് ഒഫ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ മാഹിയ എന്നുള്ളിടത്തുള്ള ഹാ അത് അസ്ലിയല്ല. അവിടെയുള്ള അസ്ലി അതാണ്, അൽ അസ്ലു മാഹി എന്നാണ്. അപ്പൊ ദുഖിലത്തിൽ ഹാ ഉ ലിസ്സക്തി, സക്കത്തെ സുക്ത്, സുക്കൂത്തിന് വേണ്ടിയാണ് അവിടെ എന്ത് ചെയ്തത്? ഹായിനെ കൊടുത്തത്. എന്നാൽ ചില പണ്ഡിതന്മാര് ഇവിടെ ഹാ ഇല്ലാതെയും ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹംസ റളിയല്ലാഹു അൻഹു, ഖസായി റളിയല്ലാഹു അൻഹു, യാക്കൂബ് റളിയല്ലാഹു അൻഹു, അതുപോലത്തുള്ള പണ്ഡിതന്മാരൊക്കെ മാഹിയ എന്ന് മാത്രമേ ഓതിയിട്ടുള്ളൂ, മാഹിയ എന്നില്ല. എന്നാൽ ചില ആളുകൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹായിന്റെ മേൽ വഖഫ് ചെയ്ത് ഓതണം. അപ്പൊ എങ്ങനെ? വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ എന്ന് ഓതണം. വഖഫ് ചെയ്യാതെ വസ്ല് ചെയ്ത് ഓതുകയാണെങ്കിൽ വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ. എടാ, വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ. മനസ്സിലായോ? അങ്ങനെ വലിയ പണ്ഡിതന്മാരുണ്ട്. നമ്മള് കാര്യങ്ങളിൽപ്പെട്ട തന്നെ ആളുകളുണ്ട്. ഞാൻ പിന്നെ എവിടെയാണ് പറഞ്ഞതെന്ന് കാണില്ല. അപ്പൊ സഹോദരന്മാരെ, എന്താ പറഞ്ഞത്? മാഹിയ, എന്താണ് ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തങ്ങൾക്കറിയുമോ നബിയെ? തങ്ങൾ എന്താണ് അറിഞ്ഞിട്ടുള്ളത് നബിയെ? രണ്ടർത്ഥം അവിടെ പറയാൻ കഴിയും. എന്താണ് എനിക്ക് അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമോ നബിയെ? അല്ലാഹു തന്നെ അതിന് ഉത്തരം പറയുന്നു. എന്താണ്? അല്ലാഹു തന്നെ പറയുന്നു, നാറുൻ ഹാമിയ, അത് കത്തിജ്വലിക്കുന്ന അതിശക്തമായ ചൂടുള്ള നരകമാണ്. അതോടുകൂടെ തന്നെ 70,000 ഖരീഫ് താഴയിലേക്ക് ആപ്പതിക്കുന്ന നരകമാണ്. ഹാമിയ, ഹാമിയ എന്ന് പറഞ്ഞതാണ്. ഹിയ നാറുൻ ശദീദത്തുൽ ഹറാറ എന്നാണ്. ഈ ഹാമിയ എന്ന് പറഞ്ഞാൽ, ഹാവിയ എന്ന് പറഞ്ഞാൽ ഹാമിയയാണ് എന്ന് പറഞ്ഞാൽ നാറുൻ ശദീദത്തുൽ ഹറാറ, അതിശക്തമായ ചൂടുള്ള. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് നരകത്തിന്റെ ശിക്ഷയെപ്പറ്റി ചൂടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഈ ചൂട് പോരെ നബിയേ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ ചൂടെന്നെ മതിയാവുമല്ലോ. ഇവിടുത്തെ ചൂടിന്റെ അവസ്ഥ തന്നെ എന്താ സുഹൃത്തുക്കളെ? ഇവിടുത്തെ ചൂട് തന്നെ നമ്മൾ ഈ ചൂടല്ല, ഈ തീയിന്റെ ചൂടല്ല, ഈ പ്രപഞ്ചത്തിനൊരു ചൂടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ചൂട് വളരെ വലിയതാണ്. പോയിന്റ് ചിലപ്പോൾ കടന്നേക്കാം. തണുപ്പ് തീരെ ഇല്ലാത്തതുണ്ട്. ചില ഗ്രഹങ്ങളിലൊന്നും തണുപ്പിന്റെ അംശം, നമ്മുടെ ഇവിടെ തണുപ്പിന്റെ അംശം ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾ ചൂട് ഇത്ര ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. 45 ഡിഗ്രി, 35, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ? 50 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയും. എനിക്കെന്താ പറഞ്ഞതെന്ന് അറിയില്ലട്ടാ. 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും, 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. എന്താ പറഞ്ഞതിന് അർത്ഥം? 45 ഡിഗ്രി ചൂടാണ്, ബാക്കി തണുപ്പാണെന്നാണ്. അവ കൂടുതൽ തണുപ്പ്, അത്തണുപ്പ് ആ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ?
ആ തണുപ്പ് ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ തന്നെ 100 അതിന്റെ ഇരട്ടിയും കവിഞ്ഞ ചൂട് ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഈ ദുന്യാവിലെ ചൂടിന്റെ എത്രയോ 70 ഇരട്ടിയാന്ന് അഭിപ്രായമുണ്ട്, 100 ഇരട്ടിയാന്ന് അഭിപ്രായമുണ്ട്, അതല്ല അതിനേക്കാളപ്പുറമുണ്ട്. സുബ്ഹാനല്ലാഹ്, 70 ഏതാണ്ടുണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ചൂട് സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിയല്ലേ നബിയേ, ഇത് തന്നെ കാഫിയല്ലേ നബിയേ, ഇനി ഇതിനേക്കാൾ കൂടുതൽ ചൂടോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അല്ല, ഇതിനേക്കാൾ ഇരട്ടി, 100 ഇരട്ടി, 70 ഇരട്ടി, അതിനേക്കാൾ കൂടുതൽ ചൂട് നാളെ നരകത്തിലെ ചൂടിനുണ്ട് കേട്ടോ. അല്ലാഹു പറയുന്നു, ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നാറുൻ ഹാമിയ. അതേതാകുന്നു? ഹാമിയാകുന്നു, അതിശക്തമായ ചൂടുള്ള, അതായത് ഈ നാറുൻ ശദീദുൽ ഹറാറ, അതിശക്തമായ ചൂടുള്ള തീയാണത്. എന്നിട്ട് പറയുന്നത് കാണാൻ കഴിയും, ഖദ് ഖറജത്ത് അനിൽ ഹദ്ദിൽ മഅ്ഹൂദ്. ഈ ചൂട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയപ്പെട്ടതിന്റെ പരിധിയൊക്കെ എത്രയോ വിട്ടുകിടന്നിട്ടുണ്ട്. ഫൈന്ന ഹറാറത്തൻ നാരി, തീയിലെ ഈ നരകത്തിലെ ചൂട്, ഇദാ സുഇറത്ത് വ ഉൽഖിയ ഫീഹാ, ബന്ധപ്പെട്ട. അപ്പൊ സഹോദരന്മാർക്ക് ശക്തമായ ഏതാണ് ചൂടാണ് നരകത്തിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ സൽക്കവമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദുമായി തിരുത്തിത്തരണം. ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇന്നിവിടെ അവസാനിച്ചു. ഇനി അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിന്റെ മശീഅത്തും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തുടരാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതലോ അല്ലെങ്കിൽ സമ്മേളനം കഴിഞ്ഞിട്ടോ ഏതെങ്കിലും ഉസ്താദുമാർക്ക് വല്ലാദിയാത്ത് സൂറത്ത് മുതൽ പിന്നെ പറയാൻ പറ്റുന്ന ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പിന്നെ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കല്ലേ, പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളെ എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ യാത്രയിലും അതുപോലെ തന്നെ കുടുംബത്തിലും ജീവിതത്തിലും എല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരും ശൈഖന്മാരും ഒക്കെ അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളൊക്കെ അവരുടെ അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ വരാൻ പോകുന്ന സമ്മേളനം ഭയങ്കര ശക്തമായ വലിയ വിജയമാക്കി തീർക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്ക് വിടുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.